മനസ്സ് കയ്യിൽ നിൽക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ ഇല്ലാണ്ടിരിക്കില്ല. ജീവിതമാണ്, മനുഷ്യന്മാരാണ്. എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനൊരു തോന്നലിലൂടെ കടന്നു പോകാത്ത ആളുകൾ ആരുമില്ല. അങ്ങനെയുള്ള ആളുകളോട് കോൺകർ യുവർ ഫിയർ, മാസ്റ്റർ യുവർ മൈൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെയാണ് ഇന്നെനിക്ക് പരിചയപ്പെടുത്താനുള്ളത്. കുറച്ച് പേഴ്സണലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പേഴ്സണലായിട്ടുള്ളൊരു അടുപ്പം കുറച്ച് മുന്നേ ഉണ്ട്. ഒരു സുഹൃത്തിൻ്റെ പാർട്ട്ണറാണ്. കുറച്ചധികം പറഞ്ഞു കേട്ടിട്ടുള്ള ഒരാളാണ്. സോ പേടിയുള്ള മനുഷ്യന്മാരോട് തീരെ പേടിയില്ലാതെ സംസാരിക്കുന്ന, നമ്മളടുത്ത് വളരെ കൂളായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മോടൊപ്പം ഡോക്ടർ സിജി രവീന്ദ്രൻ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, ഹാർവാർഡ് ലേണർ, അതും അപ്പുറത്ത് 2 പുസ്തകങ്ങൾ വളരെ ഗംഭീരമായിട്ട്, അതും മനഃശാസ്ത്രത്തെക്കുറിച്ച് 2 പുസ്തകങ്ങൾ ഈ 10 തല രാവണിയുടെയാണ് അല്ലേ? വെൽക്കം ടു ദ ഷോ. താങ്ക് യു സോ മച്ച്. എങ്ങനെയിരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. എങ്ങനെയുണ്ട്? സുഖമാണോ? അടിപൊളി. ഇതൊക്കെ ആരെങ്കിലും ഒരാളെ ചോദിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന സമയമാണ്. ഞാൻ ചോദിക്കട്ടെ, എങ്ങനെ ഇപ്പം സിജിനെ കുറിച്ചിട്ട് അധികം ഒരു വലിയൊരു ഇൻട്രോ നമ്മൾ പറഞ്ഞു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം സിജി UAE തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളിൽ ഒരാളാണ്. സിജിയുടെ ഓരോ റീലുകളും പല ആൾക്കാരും പറയാറുണ്ട് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സംഗതിയാണെന്നൊക്കെ പറയാറുണ്ട്. ആണോ? താങ്ക് യു സോ മച്ച്. എന്നോട് പറയാറുണ്ട്, എനിക്ക് മെസ്സേജസും വരാറുണ്ട്. എങ്ങനെയാണ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോമൺ ആയിട്ട് മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ഓരോരോ പേടികളുണ്ടാവും. നമ്മൾ കുറച്ച് നേരത്തെ സംസാരിച്ച സമയത്ത് പോലും ഒരുപാട് പേടികളെ കുറിച്ച് പറഞ്ഞു. ഹൗ ടു കോൺകർ ഫിയർ? കോൺകർ ഫിയർ എന്ന് പറയുന്നതിലും കൂടുതൽ നമ്മൾ ആ ഫിയറിനെ കുറിച്ച് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലെ, നമ്മളെപ്പോഴും പറയും, നമ്മളെപ്പോഴും ഫ്രെയിം ചെയ്ത് വയ്ക്കും. അതായത് എനിക്ക് പേടിയാണ്, അല്ലെങ്കിൽ എനിക്ക് ഇന്ന കാര്യത്തെ പേടിയാണ്, എനിക്ക് കോക്രോച്ചിനെ പേടിയാണ്, എനിക്ക് പല സൗണ്ടുകളെയും പേടിയാണ്. അങ്ങനെ പല രീതിയിൽ നമ്മൾ ഫ്രെയിം ചെയ്ത് വയ്ക്കും. അപ്പം ആ ഫ്രെയിം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ ആങ്കറിങ് എന്ന് പറയും, ഒരുപാട് സൈക്കോളജിക്കൽ ടേംസ് ഞാൻ പറയും, അതൊന്ന് ആങ്കേർഡ് ആവും. ഇപ്പം നമുക്കിപ്പോൾ നാഷണൽ ഫ്ലാഗ് നമ്മുടെ ഇന്ത്യയുടെയൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഫീലിംഗ് വരത്തില്ല. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ റെഡ് ലൈറ്റ് കാണുമ്പോൾ നമുക്ക് എന്താ ചെയ്യുന്നത്, ആ മൊമെന്റ് നമ്മൾ വണ്ടി സ്റ്റോപ്പ് ചെയ്യും. ഗ്രീൻ ലൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും അവിടെ സ്റ്റോപ്പ് ചെയ്യത്തില്ല, നമ്മൾ പോകും. ഇതെല്ലാം ആങ്കേർഡാണ്. നമ്മുടെ ബ്രെയിനിൽ അത് ആങ്കർ ചെയ്ത് വെച്ചിരിക്കുക. ഓരോ സിറ്റുവേഷനിലും നമുക്ക് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. ഇതിപ്പം മഴ പെയ്യുമ്പോൾ നമുക്കൊരു മണം അടിക്കത്തില്ലേ? ഫസ്റ്റ് മഴയൊക്കെ വരുമ്പോൾ ഒരു മണം വരും. എക്സാക്ട്ലി. അതൊക്കെ വരുമ്പോൾ നമുക്കൊരു പഴയ നൊസ്റ്റാൾജിക് ഫീലിങ്ങിലോട്ട് പോകും. അല്ലെങ്കിൽ നല്ല കോഫിയുടെ മണം അടിക്കുമ്പോൾ, ഒരു കടയുടെ മുന്നിൽ കൂടെ പോകുമ്പോഴായിരിക്കും ഒരു മണം വരുന്നത്. ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിലോട്ട് എന്തൊക്കെയോ ഓർമ്മകൾ വരും അല്ലേ? അങ്ങനെ പല രീതിയിലും നമ്മൾ ആങ്കേർഡ്. അത് 5 സെൻസസിൽ കൂടെ വിഷ്വലി കാണുക, ഓഡിറ്ററി കേൾക്കുക, ഓൾഫാക്ടറി ഗസ്റ്ററ്ററി ടേസ്റ്റ് ആൻഡ് സ്മെല്ല്, അതേപോലെ ടച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകും. ഇപ്പോൾ ഈ 5 സെൻസസിൽ കൂടെ നേടുന്ന ഒരു കാര്യത്തെ നമ്മളങ്ങ് ഫ്രെയിം ചെയ്യും. അതിന് നമുക്ക് ചുറ്റുമുള്ള സർക്കംസ്റ്റാൻസസും വെരി ഇമ്പോർട്ടൻ്റാണ്. ഇപ്പം നമ്മളൊരു സെർട്ടൻ കാര്യങ്ങൾ നമ്മുടെ ഫാമിലി ഇപ്പം നമ്മൾ പറയാണ്, ശ്രദ്ധിക്കണേ അവിടെ പോയാൽ വീഴും, അതേ കയറല്ലേ, അതേ കയറിയാൽ നീ താഴെ വീഴും, പിന്നെ നിന്റെ കാലൊടിയും. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മളോട് പറയുമ്പോൾ നമ്മൾ ഈ ആങ്കറിങ് ക്രിയേറ്റ് ചെയ്യും. അയ്യോ ഞാനവിടെ പോയാൽ വീഴുവേ ഉറപ്പാ എന്നുള്ളൊരു മെൻറ്റാലിറ്റി നമ്മളിലോട്ട് വരും. അത് കുട്ടിക്കാലത്ത് തന്നെ ഫോം ചെയ്യും. അപ്പോഴേ ഈ കോൺകർ യുവർ ഫിയർ അതിലേക്ക് തന്നെ ഞാൻ വരുവാണ്. നോർമലി നമ്മൾ തന്നെ ഒന്ന് അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഈ ഫിയർ ശരിക്കും ഞാൻ ട്രസ്റ്റ് ചെയ്യേണ്ടതാണോ, ഞാൻ ആങ്കേർഡ് ആണോ, ഇത് ശരിക്കും ഉള്ളതാണോ, ഒരു ഫാക്ട് ചെക്ക് നമ്മൾ നടത്തുക. ഇതൊരു ഫിയർ എന്ന് പറഞ്ഞൊരു എലമെൻറ്റ് മാത്രം ഞാൻ ക്രിയേറ്റ് ചെയ്തതാണോ അതോ ആക്ച്വലി ഉള്ളതാണോ എന്നുള്ളത് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്താൽ തന്നെ പിന്നെ നമുക്ക് സൊല്യൂഷൻ കിട്ടും, അതിനെ എങ്ങനെ കോൺകർ ചെയ്യാമെന്നുള്ളത്. തീർച്ചയായിട്ടും. ഞാൻ എന്തുകൊണ്ടാണ് വലിയൊരു ഇൻട്രോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു ചോദ്യം ചോദിച്ചെന്ന് വെച്ചാൽ, ഇതാണ് സിജി. നമ്മളൊരു ചോദ്യം ചോദിച്ചാൽ വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ വളരെ മനോഹരമായി വളരെ ഡീപ്പായി ആ ചോദ്യത്തിനെ സമീപിച്ച് അതിനുള്ളൊരു കൃത്യമായ ഉത്തരം കൊണ്ട് തരുന്നൊരു മനുഷ്യനാണ്. സ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു സൈക്കോളജി, സിജി ഈസ് എ പുലി. താങ്ക് യു സോ മച്ച്. നമ്മൾ അങ്ങനെയാണ് സാധാരണഗതിയിൽ പറയാൻ. സോ ഞാൻ എപ്പോഴും ചോദിക്കാൻ വിചാരിച്ച കാര്യമാണ്, സിജിന്ന് ഡോക്ടർ സിജി രവീന്ദ്രനിലേക്കുള്ളൊരു യാത്ര ഉണ്ടാവില്ല. എല്ലാ മനുഷ്യന്മാർക്കും അങ്ങനെ ഒരു ലൈഫ് ജേർണി ഉണ്ടാവും. ഹൗ യു ഗോണ ഡിഫൈൻ ദാറ്റ്? ആ യാത്രയെ കുറിച്ച് പറ. ഡിഫൈൻ ചെയ്യുന്നതിലും കൂടുതൽ എനിക്ക് തോന്നിയ കാര്യം, എൻ്റെ ഒരു യങ്ങോ വേർഷനുണ്ട്. ഒരുപാട് ഡ്രീംസും ഒരുപാട് പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അത് ഡെഫിനറ്റ്ലി അതിനൊക്കെ എനിക്കൊരു ഓപ്പർച്യൂണിറ്റിയും കിട്ടി. എൻ്റെ ഫാമിലിയിൽ നിന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും, കേരളം വിട്ട് പല സ്ഥലങ്ങളിൽ പഠിക്കാനും വളരാനും ഒക്കെ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി. സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു? ഒന്നുമല്ല. ബട്ട് ഈ അച്ഛൻ, ഞങ്ങൾ 3 പെൺമക്കളുള്ള ഒരു വീട്ടിലാണ്. ഞങ്ങളുടെ അച്ഛൻ എപ്പോഴും ആഗ്രഹമായിരുന്നു, നമ്മളൊരു ചെറിയ വില്ലേജിലായിരുന്നു. അച്ഛൻ്റെ ഏറ്റവും വലിയ ഡ്രീം ആയിരുന്നു അച്ഛൻ്റെ 3 പെൺമക്കളും ഇംഗ്ലീഷ് സംസാരിക്കണം, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അപ്പിയറൻസിലും എല്ലാം കൊണ്ടുവരണം. അത് അങ്ങനെയുള്ളൊരു ഡ്രീമായിരുന്നു. അപ്പം അച്ഛൻ എപ്പോഴും റെബലായിരുന്നു. ഹോൾ നാട്ടിൽ പോലും ഒരുപക്ഷെ ഇന്നുപോലും ആർക്കും അറിയത്തില്ലായിരിക്കും പുറത്തു പോയി പഠിക്കാന്നൊക്കെ അല്ലേ. പക്ഷെ അങ്ങനെയുള്ള വലിയ വലിയ ഡിസിഷൻ
ഡിസിഷൻ എടുത്ത ഒരാളാണ്. സോ അങ്ങനെയാണ് ഞാൻ വേറെ ഹൈദരാബാദിലൊക്കെ ആയിരുന്നു എൻ്റെ സ്കൂളിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പ്രോബ്ലി സൈക്കോളജി എന്ന് പറഞ്ഞൊരു ടേം എൻ്റെ സ്വപ്നത്തിൽ പോലും ഇല്ലായിരുന്നു. ബിക്കോസ് ഐ ഡിഡ്ന്റ് നോ. ഒരുപാട് സ്വപ്നങ്ങളുള്ള ആളുകൾ സ്വപ്നത്തിലേ ഉണ്ടായിരുന്നില്ല. എനിക്ക് പല വേറെ കോഴ്സസ് ആയിരുന്നു. എൻ്റെ ബിസിനസ് മാനേജ്മെന്റ് ആയിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഡ്രീം. സൈക്കോളജി എൻ്റെ സ്വപ്നത്തിൽ പോലും ആരും എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. ആ ടൈമിലാണ് എനിക്ക് കുറച്ച് സൈക്കോളജിക്കൽ ഹെൽപ്പ് ഒക്കെ എടുക്കേണ്ടി വന്നു പലരുടെയും. സോ അവിടുന്നാണ് ഞാൻ ബാംഗ്ലൂരായിരുന്നു അങ്ങനെയുള്ള ഒരു ഹെൽപ്പൊക്കെ എടുത്തത്. ആ മൊമെന്റിലാണ് ദെൻ ഐ റിയലൈസ് ദാറ്റ് there is something I can start with. സത്യം നമ്മൾ കടന്നു പോയിട്ടുള്ള വഴികളിലൂടെ പോകുന്ന ആളുകൾക്ക് ഒരു ഹെൽപ്പ് ആവുമെങ്കിൽ that is കാരണം പ്രോബ്ലി ഒരു 2-3 ഇയേഴ്സ് ഞാൻ ആ ഒരു ജേർണി കൂടെ പോയി. വെരി ഡിഫിക്കൽട്ട് ആയിരുന്നു ആ ഒരു ജേർണി. അതിൽ നിന്ന് ഓവർകം ആയിരുന്നു ഏറ്റവും ഡിഫിക്കൽട്ട്. അപ്പം നമ്മൾ കേൾക്കുന്ന ലൗഡ് വോയിസസ് ചുറ്റും ഒട്ടും സപ്പോർട്ടീവ് ആയിരുന്നില്ല. എക്സാക്ട്ലി. അപ്പോൾ അവിടെയാണ് ഞാൻ ഡിസൈഡ് ചെയ്തത് പ്രോബ്ലി ഒത്തിരി ആളുകൾ ഇങ്ങനെ ഉണ്ടായിരിക്കും, ഒരു റൈറ്റ് വേ ഇല്ലാതെ എവിടെ ചെന്ന് പറയണമെന്നൊക്കെ അറിയില്ലാതെ. അങ്ങനെയാണ്. പക്ഷേ അത് ബേസിൽ നിന്ന് തുടങ്ങേണ്ടി വരുന്നു. ഫ്രം ദ ബാച്ചിലർ ഐ ഷുഡ് സ്റ്റാർട്ട് അല്ലേ. അതൊരു ലോങ് ജേർണിയാണ്. സോ പിന്നെ എൻ്റെ എൻ്റെയർ എഡ്യൂക്കേഷൻ ഇൻ ടു സൈക്കോളജി. പിന്നെ അതിനോട് കുറേ കൂടെ പാഷനേറ്റ് ആയി. മീൻസ് ഇറ്റ് വാസ് മൈ ലൈഫ് എന്നുള്ള ഒരു ബേസിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഐ വോണ്ടഡ് ടു സ്റ്റഡി ഫ്രം ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ്, ബെസ്റ്റ് കോളേജസ്, എവിടേക്കാണോ അതിന് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. എക്സാക്ട്ലി. ഡിഫറെൻറ്റ് കൺട്രീസ്. ആൻഡ് ഈവൻ ഉണ്ട് നമുക്ക് NLP എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്. അതിലും അതിൻ്റെ ഒരു ഫൗണ്ടർ ജീവനോടുണ്ട്, റിച്ചർഡ് ബാട്ട്ലർ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ പോയി പഠിക്കാൻ വേണ്ടി ലോട്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവോൾവ്. ഇതിനകത്തൊക്കെ ഒരുപാട് പൈസ വേണം. അപ്പം അതിനുവേണ്ടി ഞാൻ കുറേ കാലം വർക്ക് ചെയ്തിട്ട് അതിൻ്റെ പൈസ മൊത്തം സ്റ്റോർ ചെയ്തിട്ടായിരിക്കും ഈ കോഴ്സ് ചെയ്യുക. അങ്ങനെ പല രീതിയിലായിരിക്കും എൻ്റെ എഡ്യൂക്കേഷൻ. ഞാനിപ്പോൾ ഹാർവാർഡിലെ ലേണറാണ്, ഹാർവാർഡ് മെഡിക്കൽ കോളേജിലെ ലേണറാണ്. സോ ഇപ്പോഴും ആ എഡ്യൂക്കേഷൻ ഞാൻ കണ്ടിന്യൂ ചെയ്യാണ്. ബിക്കോസ് we are working with human mind. It has to be upgraded every moment, every second. So ആ ജേർണി അവിടെയാണ്. I don't say it's end. അതിൻ്റെ ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്യും. ബിക്കോസ് പുതിയ കോഴ്സസ് ഇപ്പം ഞാൻ ക്രിമിനൽ സൈക്കോളജി എടുക്കുന്ന പുതിയ ഏരിയാസിൽ ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അറ്റ് ദ സെയിം ടൈം ഐ ടുക്ക് ഇറ്റ് ആസ് എ പ്രൊഫഷൻ. ഇപ്പം ഞാൻ ഇപ്പോൾ കുറച്ച് നേരത്തെ സിജി പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് ഒരുപാട് ആളുകൾ ദിവസം വന്നുകൊണ്ടിരിക്കുന്നു, നമ്മൾ ഒരുപാട് പ്രാവശ്യം നമ്മൾ തന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് ചോദിക്കാൻ തോന്നിയില്ല, നേരത്തെ ഞാൻ ചോദിച്ചു വെച്ചിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. വളരെ കോമൺ ആയിട്ട് ഇപ്പം നമ്മളിവിടെ ഇരിക്കുന്നത് മോംസ് ആൻഡ് വൈഫ്സിൻ്റെ യൂട്യൂബ് ചാനലിലാണ്. വാട്ട് ഈസ് മോംസ് ആൻഡ് വൈഫ്സ് ഈസ് നമ്മുടെ വീട്ടിൽ ഇതുപോലെ സ്റ്റക്കായി നിന്ന് പോയിട്ടുള്ള ജീവിതത്തിൽ ഒരു സ്റ്റക്ക് വന്ന സമയത്ത് എങ്ങനെയാണോ സിജി അതിനെ ഓവർകം ചെയ്തിട്ടുള്ളത്, യു ആർ ബോൾഡ് ഇനഫ്, അത് അതിനകത്ത് നോ ഡൗട്ടാണ്. ഇപ്പം അതല്ലാത്ത കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ ഈവൻ നന്നായിട്ട് ഇപ്പം എൻ്റെ കൂടെ പഠിച്ചിരുന്നൊരു പെൺകുട്ടിയുണ്ട്, ഫൗസിയ എന്ന് കണ്ട പേരെ കുട്ടിയുടെ. ആ കുട്ടി നന്നായി പഠിക്കും, നന്നായി മാർക്ക് വാങ്ങും. പക്ഷെ നമ്മൾ അവരെവിടെ എത്തുമെന്ന് വിചാരിച്ച് അവിടെ നമ്മൾ പിന്നെ അവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഒരു പക്ഷേ കുടുംബമെല്ലായി കഴിയുന്ന സമയത്ത് കുറേ ഹർഡിൽസും കുറേ ബാരിയേഴ്സ് അവരുടെ മുന്നിൽ ഉണ്ടാകുമ്പോൾ അവർക്ക് അവരുടെ ഒരു ഡ്രീമിനെ ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റിക്കൊള്ളണമെന്നില്ല. ഞാൻ ചോദിക്കുന്നത്, ഇപ്പം കോമൺ ആയിട്ട് ഒരുപാട് ആളുകൾ ഇപ്പോൾ വീട്ടിലിരിക്കുന്നവരാവാം, ഇന്നത്തെ കാലത്ത് യങ് ജനറേഷൻ ആവാം, അതല്ലെങ്കിൽ കുറച്ചുകൂടെ പ്രായമായിട്ടുള്ള ആൾക്കാരാവാം, കോമൺ ആയിട്ട് വിമൻസിന് ഉണ്ടാവുന്ന ഒരു ഫിയർ, ഒരു കോമൺ ഫിയർ, അതിനെ ഓവർകം ചെയ്യാനുണ്ടാവുന്ന സിജിയുടെ കുറച്ച് പൊടിക്കൈകൾ. അതല്ല, പൊടിക്കൈകളില്ലാത്ത പരിപാടിയില്ല. സോ അതെങ്ങനെ ഓവർകം ചെയ്യാം, കോമൺ ആയിട്ട് ഓരോ സ്ത്രീക്ക് ഉണ്ടാവുന്ന ഫിയറിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യാം, അതിനെ ആ ഒരു പേടിയെ മനസ്സിൽ നിന്ന് മാറ്റാനുള്ള ഒരു ടിപ്സ്, ഇതൊക്കെയാണ് നമ്മൾ സിജീൻ്റെ അടുത്ത് ചോദിക്കാൻ പോകണം. ഉറപ്പായിട്ടും ഞാനത് എൻ്റെ ലൈഫ് വെച്ച് പറയത്തില്ല. ബിക്കോസ് എൻ്റെ ലൈഫ് എൻ്റെ പെർസ്പെക്റ്റീവ്, എൻ്റെ സ്റ്റോറിയാണ്. സോ ഞാൻ നോക്കുന്നത് എൻ്റെ അടുത്ത് വരുന്ന എക്സാക്ട്ലി എൻ്റെ അടുത്ത് വരുന്ന ക്ലയൻസിൻ്റെ സ്റ്റോറിയാണ്. ഇപ്പോൾ ഇതിനോട് ചോദിച്ചപ്പോഴും ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, എന്തായിരിക്കാം ഒരു ടിപ്സ് പറയാൻ പറ്റുക എന്നുള്ളത്. ടിപ്സ് അങ്ങനെ പറയാൻ പറ്റില്ല. റീസൺ വേറൊന്നുമല്ല, മോസ്റ്റ് ഓഫ് ദി ടൈം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫിയർ ആയിക്കോട്ടെ, നമ്മൾ ചെയ്യുന്ന ലിമിറ്റിംഗ് തോട്ട്സ് ആയിട്ട് ഇത് നമ്മളിൽ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ തന്നെ ആയിരിക്കും. സോ പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന ഓരോ ക്ലയൻസും അവർ വരുന്ന അവരുടെ 30s-ലും 40s-ലും 50s-ലും ഒക്കെ ആയിരിക്കും. അവർ വരുമ്പോൾ ഒരു അക്യുമുലേറ്റഡ് സ്റ്റോറി ആയിട്ടായിരിക്കും വരിക. ആ വരുന്നതിനകത്തൊരു സാക്രിഫൈങ് സ്റ്റോറി ഉണ്ടാവും, എപ്പോഴും ഒരു വിക്ടിം പ്ലേ. ഇതൊരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് ഞാൻ പറയും, പക്ഷേ ഇതൊരു ഫാക്റ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ അവർ എപ്പോഴും ഒരു വിക്ടിം റോളിലോട്ട് വരാൻ സാധ്യതയുണ്ട്. ബിക്കോസ് സ്ത്രീകൾക്ക് ഒരു കൈൻഡ് ഓഫ് പ്രിവിലേജ് എപ്പോഴും ഉണ്ട്. സ്ത്രീകൾ അമ്മയാണ്, കഷ്ടപ്പാട് അനുഭവിക്കുന്നവരാണ്, അവരെപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നതാണെന്നുള്ള രീതിയിൽ അവരെ ലേബലൈസ് ചെയ്തിട്ടുണ്ട്. അതിനെ ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കുന്ന ഒരുപാട് സ്ത്രീകളും ഉണ്ട്.
അപ്പം നമ്മുടെ അടുത്ത് വരുമ്പോഴും അവർ ഈ സ്റ്റോറികളൊക്കെ പറയുമ്പം ഞാൻ അവരുടെ സ്റ്റോറിയിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, മോസ്റ്റ് ഓഫ് ദി ടൈം ഇത് അവരുടെ ചോയ്സ് ആയിരുന്നു ഇതിനകത്തോട്ട് ഒതുങ്ങിക്കൂടുക എന്നുള്ളത്. ചിലപ്പോൾ ഹസ്ബൻഡ് ആ ബിഗിനിങ് ഓഫ് ദ റിലേഷൻഷിപ്പിലൊക്കെ ആ സ്നേഹമൊക്കെ കൂടി ഇരുന്നപ്പോൾ പറഞ്ഞാണ് നീ ജോലിക്കൊന്നും പോകണ്ട വീട്ടിലിരുന്നു. ഓക്കെ, ശരിക്കും അത് ഒരു വലിയ കെണിയല്ലേ? നീ ജോലിക്കൊന്നും പോകണ്ട അവിടെ ഒതുങ്ങിയിരുന്നു എന്ന് പറഞ്ഞു വെക്കുന്നത് ഒരു വലിയ കെണിയല്ല. അതിലെങ്ങാനും വീണ് പോയാൽ കഴിഞ്ഞില്ലേ? കെണിയാവുന്നേ പ്രോബബ്ലി അവർക്ക് അവരുടേതായിട്ടുള്ള റീസൺ കാണും. ചിലപ്പോൾ മക്കളെ നോക്കുന്നതോ അതർവൈസ് ഒരു സജഷൻ ആയിരിക്കും പറഞ്ഞ്. ചിലപ്പോൾ ഈ പെൺകുട്ടികൾ ചിലപ്പോൾ ഒരു പാവം അല്ലെങ്കിൽ ഒന്നും അറിയത്തില്ല, ഈ ലോകത്തെക്കുറിച്ച് ഒന്നും അറിയത്തില്ല എന്നൊക്കെയുള്ള രീതിയിൽ ഒരു ബോട്ടിൽ വെള്ളത്തിൻ്റെ ഒരു ബോട്ടിൽ തുറക്കണമെങ്കിൽ പോലും അടുത്തിരിക്കുന്ന ഭർത്താവിനോ അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന ആൺകുട്ടികൾക്കോ കൊടുക്കുന്ന പെൺകുട്ടികൾ ഇവരൊരു ഗ്യാസ് പോലും ഓപ്പൺ ചെയ്ത് ഫിക്സ് ചെയ്യാൻ അറിയാത്തതും ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും സ്വന്തമായിട്ട് ചെയ്യാതെ ഒരു ഡിപ്പെൻഡൻസി ട്രേറ്റ്സ് ഉള്ള കുറേ പെൺകുട്ടികളുണ്ട്. അതവരുടെ ചോയ്സാണ്. അതവരുടെ ചോയ്സ് എന്ന് റീസൺ വരുന്നതല്ല, അവരൊരു റീസണിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഈവൻ അങ്ങനെയുള്ള ഒരാൾ ജോലിക്ക് കയറിയാലും അവരുടെ കംപ്ലയിൻറ്റ്സ് തീരില്ല. അവർ വർക്കിനെ കംപ്ലയിൻറ്റ് പറയും, ആ ജേർണീനെ കംപ്ലയിൻറ്റ് പറയും. അങ്ങനെ ആ വീട്ടിൽ സമാധാനം ഇല്ലാതെ വരുമ്പോഴായിരിക്കാം ചിലപ്പോൾ അവരുടെ ഭർത്താക്കന്മാർ പറയും. പക്ഷേങ്കിൽ ഇത് എക്സെപ്ഷണൽ കേസസ് ആണ്. എങ്കിൽ പോലും ഒരുപാട് ഭർത്താക്കന്മാർ സപ്പോർട്ടീവായിട്ടുള്ളവരെ എനിക്കറിയാം, ഒരുപാട് അച്ഛന്മാർ പേരൻസ് നല്ല സപ്പോർട്ടീവായിട്ടുള്ളവരെ അറിയാം. സം ടൈം കുറേ ടോക്സിക് റിലേഷൻഷിപ്പ് ഉള്ളവരും ഉണ്ട്, ഞാൻ അത് പറയുന്നില്ല. ഹവർ ഒരു പെൺകുട്ടി സ്ട്രോങ് ആയിട്ട് നിന്നാൽ ഈ ലിമിറ്റിംഗ് തോട്ട്സിനെയും അവളുടെ ഒരു ഡിപ്പെൻഡൻസി ട്രേറ്റ്സ് ഡിപ്പെൻഡൻസി സ്വഭാവമൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് സ്ട്രോങ് ആയിട്ട് ഇഫ് യു നീഡ് സംതിങ് ആസ്ക്. നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ ചോദിക്കാം. ഡെഫിനറ്റ്ലി അത് നമുക്ക് എല്ലാവർക്കും പറയാം. ഇപ്പം സാധാരണ നമ്മുടെ അടുത്ത് വരുന്ന കേസസിലൊക്കെ കാണുന്നത് അതങ്ങനെ ചിന്തിച്ചുകൂടായിരുന്നോ? എനിക്കത് ഇഷ്ടമില്ലെന്ന് അറിയത്തില്ലായിരുന്നോ? എന്തിനാ എന്നോട് അങ്ങനെ ചോദിച്ചത്? എനിക്ക് സങ്കടമായിട്ടുണ്ടാവുമെന്നോ? ആ മനുഷ്യൻ ചിലപ്പോൾ വന്തം വിട്ടിട്ട് എന്നോട് ചോദിക്കുക എനിക്കെങ്ങനെ അറിയാം? എന്നോട് പറഞ്ഞാലല്ലേ എനിക്കറിയോ? അതാണ് സത്യം. ഇത് മോസ്റ്റ് ഓഫ് ദി ടൈം ഇവരിത് പറയാതെ ഞാൻ ഹാപ്പിയാണ്, എൻ്റെ ഭർത്താവിന് വേണ്ടി ഞാൻ ഹാപ്പിയാണ്, എൻ്റെ ഫാമിലിക്ക് വേണ്ടി ഞാൻ ഹാപ്പിയാണെന്ന് പറഞ്ഞു പോകും. ഒരു 30s-ലും 40s-ലും ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവർക്ക് സംവെയർ ഒരു വിഡ്രോവൽ, ഞാൻ ഒരു ലോൺനെസ് ആൻഡ് ദ സെയിം ടൈം ഒരു സെർട്ടൻ ഹ്യൂമിലിയേഷൻ ആക്ടിവിറ്റിയൊക്കെ മറ്റു പലരെ കണ്ടിട്ടുമൊക്കെ തോന്നുമ്പോഴായിരിക്കും ഇവർ തിരിച്ചു വന്നിട്ട് പറയുന്നത് ഞാൻ കുടുംബത്തിന് വേണ്ടിയല്ല നിന്നത്, എന്നോടന്ന് പറഞ്ഞിട്ടല്ലേ എനിക്ക്. അപ്പം ചിലപ്പോൾ ഫാമിലി പറയും അവരും ഓക്കെ ആയിരുന്നു, ഞങ്ങളും ഓക്കെ ആയിരുന്നു. പക്ഷെ ആ ഒരു അക്സെപ്റ്റൻസ് ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതാണ്, മോസ്റ്റ് ഓഫ് ദി ടൈം ഈ ഫിയർ എന്ന് പറയുന്നത് മോസ്റ്റ്ലി ലിമിറ്റിംഗ് തോട്ട്സും ലിമിറ്റിംഗ് ബിലീഫും തന്നെയാണ്. നമ്മളായിട്ട് മനസ്സിലാക്കാതെ നമുക്കൊരു ഇൻറ്റേർണൽ പവർ ഉണ്ട് എവറി ഇൻഡിവിജ്വൽ. അതിനെയാണല്ലോ നമുക്ക് കോൺകർ, ആ റെസിലിയൻസ് സ്കിൽസ് നമുക്ക് എപ്പോഴാണോ വരുന്നത് അപ്പോഴായിരിക്കും നമുക്ക് കോൺകർ ചെയ്യാം. അഗെയിൻ ഞാൻ തിരിച്ചു പോവാണ്, നമ്മളെ തന്നെ ഫ്രെയിം ചെയ്ത കുറേ കാര്യങ്ങളുണ്ടല്ലോ. എനിക്ക് പറ്റും, അവൾക്ക് എനിക്ക് പറ്റില്ല. എനിക്കിപ്പോൾ ഒരു പബ്ലിക് സ്പീക്കിംഗ് ഉണ്ട്, എനിക്ക് സ്റ്റേജിൽ വന്നൊന്ന് സംസാരിക്കണം. ഇവൾക്ക് നന്നായിട്ട് അറിയാം, എനിക്കറിയില്ല. മറ്റേ സിനിമയിലെ രമണൻ സിൻഡ്രം എന്ന് വേണം വിളിക്കാം. രമണൻ സിൻഡ്രം എക്സാക്ട്ലി. ഇതൊരു പുതിയ പേരാ കേട്ടോ, ഞാനിത് എഴുതുന്നതായിരിക്കും. താങ്ക് യു. അപ്പോൾ ഇതേപോലെ സിൻഡ്രമുള്ള കുറേ പെൺകുട്ടികളുണ്ട്. അപ്പോൾ പെൺകുട്ടികൾ നല്ല കേട്ടോ, ആൺകുട്ടി എല്ലാവരെയും കുറിച്ച് പറയുന്നത്. അപ്പോൾ അവരെ തന്നെ ലിമിറ്റ് ചെയ്യാണ്. നമ്മൾ അതിനെ ഒന്ന് ഫാക്ട് ചെക്ക് ചെയ്ത് ശരിക്കും what is that stopping me to go to the stage? So something ഞാൻ എന്നോട് തന്നെ പറയുകയാണ്, നിന്നെ കൊണ്ട് അത് കഴിയില്ല. എൻ്റെ വോയിസസ് ഇൻസൈഡാണ് പറയുന്നത്. അതിന് ചിലപ്പോൾ റൂട്ട് കോസ് ഉണ്ടാവും, സംവെയർ ഇവിടുന്ന് എന്തെങ്കിലും ഒരു ബാഡ് എക്സ്പീരിയൻസ് അവർക്ക് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ അതിനെ പിന്നെ ഒരു പേഴ്സണാലിറ്റി ആയിട്ട് എടുക്കും. എക്സ്പെഷ്യലി സ്ത്രീകൾ അതിനൊരു പേഴ്സണാലിറ്റി ആയിട്ട് എടുത്ത് ഇതാണ് എൻ്റെ പേഴ്സണാലിറ്റി, എനിക്കിങ്ങനെയാണ്, എനിക്കിങ്ങനെ പറ്റുള്ളൂ, എനിക്കിങ്ങനെയൊക്കെയാണ് പ്രോബ്ലംസ്. എനിക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ ഡ്രൈവിങ്ങിൻ്റെ കാര്യം കൂടെ പറയുമേ. നമ്മുടെ നാട്ടിൽ ഇന്നാലും ഞങ്ങളൊരു റിസർച്ച് നടത്തിയപ്പോൾ കേരളത്തിൽ ഒരുപാട് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന സ്ത്രീകളുണ്ട്. ഞാൻ കളിയാക്കുമല്ല, പക്ഷേങ്കിൽ വണ്ടി ഓടിക്കുന്ന കാര്യം പറയുമ്പോൾ പറയും എൻ്റെ ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ടൗണ് വരെ പോകും. ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് ഒരു ID പ്രൂഫാണ്, അതും കൂടെ പറയണം. അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് ഉണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഈ സിറ്റിയിൽ ഈ വില്ലേജിലൊക്കെ ആ ഏരിയയിലൊക്കെ പോകും. ട്രാഫിക്കുള്ളിടത്ത് ഞാൻ പോകത്തില്ല. അപ്പം ഞാനിങ്ങനെ വണ്ടറായിട്ട് അവരോട് ചോദിക്കാറുണ്ട്, എന്ത് ചേഞ്ചാണ്, ഇതേ ആക്സിലേറ്ററും ഇതേ ബ്രേക്കും ഇതേ ക്ലച്ചും ഒക്കെ അല്ലേ അവിടോട്ട് പോകുമ്പോഴും ഉണ്ടാവുന്നത്. സോ ഇതഗെയിൻ ലിമിറ്റിംഗ് തോട്ട്സ് ആണ്. ഇതൊക്കെ ഫിയർ അവർ ക്രിയേറ്റ് ചെയ്യുന്ന ഫിയറാണ്. ഇന്റേർണലി ഞാൻ ആസ് എ പേഴ്സൺ ഐ എം തിങ്കിങ് ദാറ്റ് എനിക്ക് പോകാൻ പറ്റില്ല. ദ വോയിസസ് ഈസ് ഗോയിങ് ടു ബി ലൗഡർ ആൻഡ് സേയിങ് യു ദാറ്റ് നീ പോവരുത്.
പോകാൻ പാടില്ല, നീ പോയാൽ ഇങ്ങനെ സംഭവിക്കും. ആ ഒരു വോയിസസിനെ നമ്മളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്തേ, ലിസൺ ചെയ്തേ. So if I know that something is happening to me, if I'm not able to do something, so you should start asking question. എന്താണ്, what is stopping me? എന്തായിരിക്കും എനിക്ക് പോകാൻ പറ്റാത്തത്, എന്തൊക്കെ ഓപ്ഷൻസ് ആണുള്ളത്? മോസ്റ്റ്ലി നമ്മൾ ആ വഴിയിൽ അങ്ങ് സ്റ്റക്ക് ആവും. എനിക്ക് എന്തുകൊണ്ടാണ് പറ്റാത്തത്? എനിക്ക് പേടിയായതുകൊണ്ട്. അതിനൊരിക്കലും ആൻസർ കിട്ടും. അത് ജസ്റ്റിഫിക്കേഷനാണ്. നമ്മൾ ഗൂഗിളിൽ ചോദിക്കത്തില്ല. ഞാനിപ്പോൾ പറയാം ആപ്പിള് ഹെൽത്തിന് നല്ലതല്ല എന്ന് ഞാൻ ഗൂഗിളിൽ അടിച്ചാൽ എനിക്കൊരു 100 റീസൺ കിട്ടും എന്തുകൊണ്ട് ആപ്പിൾ കഴിച്ചുകൂടാ. അതിനു പകരം ഞാൻ കൊടുക്കുവാണ് ആപ്പിൾ ഗുഡ് ഫോർ ഹെൽത്ത്, അതിൽ നമുക്കൊരു പ്രൊവേർബ് തന്നെ അല്ലല്ലേ, അപ്പോൾ ഉടനെ നമുക്കൊരു 1000 റീസൺ കിട്ടും എന്തുകൊണ്ട് ആപ്പിൾ എല്ലാ ദിവസവും കഴിക്കണം. അതേ പ്രോസസ്സാണ് ബ്രെയിനിലും നടക്കുന്നത്. ഈ പ്രോസസ്സാണ് ഗൂഗിൾ ആക്ച്വലി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നമ്മളോട് പറയാണ് എനിക്കിത് ചെയ്യാൻ പറ്റില്ല, രാവിലെ എഴുന്നേൽക്കണം, ജിമ്മിൽ പോകണം, ഓക്കെ നമുക്ക് മടിയാണ്, എനിക്ക് ഓൾറെഡി മടി പിടിച്ചു, അപ്പം ഞാൻ എഴുന്നേറ്റപ്പോൾ ഞാനിങ്ങനെ പറയാം എനിക്ക് തലവേദന ഉള്ളതുപോലെ തോന്നും. നമ്മുടെ ബ്രെയിൻ നമ്മളെ മാക്സിമം റീസൺസ് തരും എന്തുകൊണ്ട് പോയിക്കൂടാ എന്ന്. അതായത് ബ്രെയിൻ അങ്ങനെ പ്രോഗ്രാം ചെയ്യപ്പെട്ടു വെച്ചിരിക്കുന്നു. അങ്ങനെ പ്രോഗ്രാം ചെയ്ത. സോ ഈ ഒരു ഫിയർ എലമെന്റിനെയാണ് ഫിയർ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന. ആ ഫിയറിനെ ഒന്ന് റീഫ്രെയിം ചെയ്തേ. ഫ്രെയിം ഇങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തെങ്കിൽ അതിനെ റീഫ്രെയിം ചെയ്ത് എന്തുകൊണ്ട് എനിക്ക് പോയിക്കൂടാ, എന്തൊക്കെ ഓപ്ഷൻസ് ആണ് എനിക്കുള്ളത്, അപ്പം നമുക്ക് അതിന് ആൻസേഴ്സ് കിട്ടും, ജസ്റ്റിഫിക്കേഷൻ അല്ല. സോ ദാറ്റ്സ് വാട്ട് പ്രോബബ്ലി ഇത് ഡിഫറെൻ്റ് ആയിട്ട് പറഞ്ഞതായിരുന്നു. തീർച്ചയായിട്ടും വളരെ വളരെ ഡിഫറെൻ്റ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വളരെ മെയിൻ സ്ട്രീമിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് ഒരു പക്ഷേ ഇങ്ങനെ ഒരു സേഫ് സോൺ തേടി നിൽക്കുന്ന ആളുകൾക്ക് സിജി പറഞ്ഞിട്ടുള്ള കാര്യം കുറച്ചുകൂടെ കണക്റ്റ് ആവും. എല്ലാ ആൾക്കാരും അങ്ങനെയാണെന്നല്ല സിജി പറഞ്ഞത്, പകരം ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് സിജി. കാരണം എല്ലാ ആൾക്കാരും അല്ല, അങ്ങനെ ഒരു സേഫ് സോൺ പിടിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ബാക്ക് ടു ദാറ്റ് ക്വസ്റ്റ്യൻ, സാധാരണഗതിയിൽ എല്ലാ തരത്തിലുള്ള സ്ത്രീകളിലും ഞാൻ ചെയ്താൽ ശരിയാവും എന്നുള്ള പേടി വരാറുള്ള ആൾക്കാർ എൻ്റെ സുഹൃത്തുക്കൾ എന്നെ പലപ്പോഴും പറയാറുണ്ട്. ഞാൻ പറയടാ നീ പോയി പറയടാ, കുട്ടിയൊക്കെയായി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഭർത്താവുണ്ട്, കുട്ടിയുണ്ട്, ഭർത്താവിൻ്റെ വീട്ടുകാരുണ്ട്, പിന്നെ ഈ പ്രായത്തിലേക്ക് ഇനിയിപ്പോൾ എന്താണ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ ചോദ്യങ്ങളുണ്ട്, കുറച്ച് പേടികളുണ്ട്. ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യാം? ഇപ്പം നമ്മൾ മോംസ് ആൻഡ് വൈഫ്സ് കൊടുക്കുന്നത് വീട്ടിലിരുന്നും വരുമാനം നേടാനുള്ളൊരു ചാൻസാണ്. സോ അങ്ങനെ ഒരു അവസ്ഥയിൽ ആളുകൾക്ക് കുറച്ചും കൂടെ ഒരു മോട്ടിവേഷൻ കൊടുക്കുന്ന രീതിയിൽ ആ ഫിയറിനെ കോൺകർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന, അതിനൊന്ന് ആ ഒബ്സ്റ്റക്കിളിലൊന്ന് ചാടിക്കടക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ എന്തൊരു ഉപദേശമാണ് കൊടുക്കാൻ പറ്റുക? നോർമലി ഒരുപാട് അങ്ങനെ സ്ത്രീകളുണ്ട്. മോസ്റ്റ്ലി അവർക്ക് എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പ്രോപ്പർ ഗൈഡൻസ് ഇല്ല. കാരണം അവരുടെ ചുറ്റിനുള്ള വോയിസസ് എല്ലാം അവരോട് പറയുന്നത് സെർട്ടൻ കാര്യങ്ങൾ വിച്ച് ഈസ് ലിമിറ്റിംഗ് ദം, അല്ലേ? അപ്പോൾ അവിടെയാണ് മംസ് ആൻഡ് വോയ്സ് പോലെയുള്ള പ്ലാറ്റ്ഫോമിൽ കൂടെ ആളുകൾക്ക് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഈവൻ എനിക്ക് പേഴ്സണലി ഒത്തിരി പേര് നമ്മളുടെ ലോഞ്ചിങ്ങിന് ശേഷം പേഴ്സണലി മെസ്സേജ് വിട്ട് എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത്, ഞാൻ പറഞ്ഞാൽ അവരുടെ പേജ് ഫോളോ ചെയ്തിട്ട് നിങ്ങൾ അത് പറഞ്ഞ് അതേപോലെ ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായൊരു കാര്യം, ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ അതേപോലെ കമ്മ്യൂണിറ്റി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ചുറ്റിലുള്ള സർക്കിളും നമുക്കൊരു എംപവറിങ് ആയിട്ടുള്ളത് തോന്നണം. നമ്മുടെ ചുറ്റിനുള്ളവരെല്ലാം ഇരുന്ന് കരയുന്നവരാണെങ്കിൽ നമ്മൾ എപ്പോഴും സിമ്പത്തറ്റിക്കാണ്. സോ എനിക്ക് എൻ്റെ കൂടെ കരയാൻ ഒരാളുണ്ടെന്ന് കാണുമ്പോൾ ഞാൻ അവിടെ കംഫർട്ടബിൾ ആകുകയും അതിന് പകരമായിട്ട് ഞാൻ നോക്കുവാണ് എന്നെക്കാളും ബെറ്റർ രീതിയിൽ ജീവിക്കുന്ന ഒരാളുണ്ട്, അതും സ്വന്തമായിട്ട് ഹാർഡ് വർക്കിൽ കൂടെ. സോ അവരെന്തായിരിക്കും ചെയ്തത് ഡിഫറെൻ്റ് ആയിട്ട്? പ്രോബ്ലി എനിക്ക് സെയിം എഡ്യൂക്കേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇല്ലായിരിക്കാം, എന്നാലും ആ വ്യക്തി എങ്ങനെയായിരിക്കും സക്സസ് ആയത്, എൻ്റെ അതേ എഡ്യൂക്കേഷൻ മെത്തേഡ്സും എല്ലാം ഫോളോ ചെയ്താൽ അത് കമ്പാരിസൺ സെർട്ടൺ ടൈം ഭയങ്കര ഹെൽപ്പ് ചെയ്യും. അപ്പോഴും മാത്രമേ നമുക്ക് ഓപ്ഷൻസ് തുറന്നു വരത്തുള്ളൂ. അത് നല്ലൊരു ഓപ്ഷനാണ്. ഇതുപോലുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ മാക്സിമം ഫോളോ ചെയ്യുക. ആൻഡ് അതിൽ കൂടിയും സക്സസ് സ്റ്റോറീസും അല്ലേ അവരാണ്. ആൻഡ് സെക്കൻഡ് തിങ്, നമ്മളെ തന്നെ ജഡ്ജ് ചെയ്യുന്ന കാര്യങ്ങൾ, ഈ ജഡ്ജ്മെൻ്റൽ പാറ്റേൺ പറയും, നമ്മളെ തന്നെ ജഡ്ജ് ചെയ്യുമ്പോൾ ചുറ്റിനുള്ള വോയിസസിനെ ആണോ നമ്മളെ ട്രസ്റ്റ് ചെയ്യുന്നത്, നമ്മളെ ആണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ. ഞാൻ പിന്നെ ഇത് സ്പെസിഫൈ ചെയ്യുന്നത് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഈവൻ നമ്മുടെ മംസ് ആൻഡ് വൈഫ്സ് ഒക്കെ പോലെയുള്ള പ്ലാറ്റ്ഫോം വരുമ്പോഴും ഒരേ സമയത്ത് ആളുകൾ പറയുന്നത് ഇതൊക്കെ വെറുതെ പറയുന്നതാ, ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങൾ ഉറപ്പായിട്ട് വരാറുള്ളതാണ്. നമ്മളിൽ പലരും, ഇത് കേൾക്കുന്ന ആളുകളിൽ പലരും, കാണുന്ന ആളുകളിൽ പലരും ചിന്തിച്ചിട്ടുണ്ടായിരിക്കാൻ സാധ്യതയുള്ള ഒരു സംഗതിയാണ് അല്ലേ? അപ്പോൾ അതും ഒരു ലിമിറ്റിംഗ് തോട്ട്സാണ്. കാരണം അതിനൊരു റൂട്ട് കോസ് ഉണ്ട്. നമ്മൾ പോലും ട്രസ്റ്റ് ചെയ്യാത്ത ഒരു രീതിയിലോട്ട് എത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു കംഫർട്ട് സോൺ ഭയങ്കര ഹ്യൂജ് ആയിരിക്കും. അപ്പോൾ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് ആ വലിയൊരു വലയത്തിൽ നിന്ന് മുന്നോട്ട് വരിക,
അഗെയിൻ ദാറ്റ് ഈസ് ഇൻ മീൻ ദാറ്റ് എല്ലാവരും എംപവേർഡ് ഇൻഡിപെൻഡൻറ്റ് ജോലി ചെയ്ത് വർക്ക് ചെയ്യണമെന്നൊന്നുമല്ല പറയുന്നത്. ബിക്കോസ് പ്രോബ്ലി അവർ നല്ലൊരു പൊസിഷനിൽ ഇരിക്കുമായിരിക്കും. പൊസിഷൻ ഇൻ ടേംസ് ഓഫ് കുട്ടികൾക്ക് ബെറ്റർ എഡ്യൂക്കേഷൻ കൊടുത്ത് ഫാമിലീനെ പ്രൊട്ടക്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ജീവിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അത് ചെയ്യാം. അതല്ല ഒരു വിക്ടിമായിട്ട്, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഞാൻ ഇതൊന്നും ആയിരുന്നില്ല ആഗ്രഹിച്ചത്. മുമ്പേ പറഞ്ഞ ഫ്രണ്ടിനെ പോലെ ക്ലാസ് റൂമുകളിൽ എപ്പോഴും പെൺകുട്ടികളായിരിക്കും ടോപ്പ്. എല്ലാ തവണയും റാങ്കിങ് വരുമ്പം 99.9% കിട്ടുന്നത് പെൺകുട്ടികളാണ്. ഇപ്പോഴിപ്പോഴും ആൺകുട്ടികൾ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലെവലിലോട്ട് വന്നിട്ട് ഫൈൻഡ് ഈവൻ എൻ്റെ ക്ലാസ്മേറ്റ്സിനെ പോലും ഞാൻ ആലോചിച്ചാൽ അവരൊക്കെ എവിടെയാണെന്ന് ഞാനും ആലോചിക്കാറുണ്ട്. അതിൻ്റെ റീസൺ വേറൊന്നുമല്ല, ഈ പറയുന്ന പോലെ ഏർലി മാരേജിൽ പോകുന്നു. പക്ഷേ അത് മാരേജ് ചെയ്യുന്നത് തെറ്റാണെന്നൊന്നുമല്ല. മാരേജ് ഇസ് എ ബ്യൂട്ടിഫുൾ തിങ്. ഹവർ അവിടെ സ്റ്റക്കാകുമ്പോഴാണ് ഞാനിതൊന്നുമല്ല ആഗ്രഹിച്ച് എൻ്റെ ജീവിതം തീർന്നു എന്ന് പറഞ്ഞിട്ട് ഹോൾ ലൈഫിൽ പാർട്ട്നേഴ്സ് രണ്ടുപേരും കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് കാണാറുണ്ട്. ഇപ്പം എൻ്റെ അടുത്ത് വരുന്ന കേസസിലാണെങ്കിലും ഒരു 40s ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ പരസ്പരം സംസാരിക്കത്ത് പോലുമില്ല. രണ്ടുപേർക്കും പരസ്പരം വൈരാഗ്യമാണ്, ദേഷ്യം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അങ്ങ് ജീവിച്ചു പോകും. പിന്നെയും എത്രയോ വർഷം ജീവിക്കണ്ടേ, 60-70 വയസ്സ് വരെ ജീവിക്കണ്ടേ. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട്, ഇനി ഒരു 40 years കൂടി ഇവർ ഇങ്ങനെ ജീവിക്കും, ഇനി മുന്നോട്ട് പോകണം. ആ ഒരു സ്റ്റേജിലൊക്കെയാണ് ഇവരെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാം അല്ലേ. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ആ സെൽഫ് അവെയർനെസ് തന്നെ അല്ലേ. അതിനുശേഷമേ അടുത്ത പ്ലാറ്റ്ഫോം വരുള്ളൂ. അല്ലാതെ വേറെ നമുക്ക് എക്സ്റ്റേണൽ മോട്ടിവേഷൻ ലാസ്റ്റ് വരുന്ന ഒരു പാറ്റേണാണ്. ഇൻറ്റേർണൽ മോട്ടിവേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അതിനുശേഷമാണ് നമ്മൾ കണ്ടെത്തുക. ഇപ്പം എനിക്ക് ഈ ഫീൽഡിലാണ് എനിക്ക് ഇൻട്രസ്റ്റ്, എനിക്കൊരു ഏരിയയിലാണ് ഇഷ്ടം, എനിക്ക് കുക്കിംഗ് ആണ് ഇഷ്ടം അല്ലേ, എനിക്ക് ബേക്കിംഗ് ആണ് ഇഷ്ടം, ദാറ്റ്സ് പെർഫെക്റ്റ്ലി, ടൈലറിംഗ് ആണ് ഇഷ്ടം. ശരി, സോ അവിടെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ശരി, എനിക്കതാ ഇഷ്ടമെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് സ്റ്റോപ്പിംഗ് മീ, എന്താണ് ആ ഫിയർ എന്നെ സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പം നമുക്ക് മനസ്സിലാവും പ്രോബ്ലി എനിക്ക് കുറച്ചും കൂടെ പഠിക്കണം, പണ്ടെപ്പോഴോ പഠിച്ചതാണ്. ശരി, അതിന് സൊല്യൂഷൻ അപ്ഡേറ്റിംഗ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഇന്നും പറഞ്ഞില്ലേ, ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും ഞാൻ ഹാർവാർഡിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് എനിക്ക് അറിയാം ഇതിലൊന്നും നമ്മൾ നിൽക്കുന്നതല്ല. നമ്മൾ 15-16 years ഇത് സെയിം ടോപ്പിക്ക് തന്നെ പഠിക്കുകയാണ്. ഈവൻ വിത്ത് ക്ലയൻസ് നമ്മൾ ഇരിക്കുകയാണ് എങ്കിൽ പോലും നമുക്കറിയാം, നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുകയാണ് നമ്മുടെ ഫീൽഡിനെ. ബിക്കോസ് എവറി മൊമെൻറ്റ് എവറി സെക്കൻഡ് ജനറേഷൻ ചെയ്യും, അവരുടെ തോട്ട് പാറ്റേൺ ചെയ്യും. ലാംഗ്വേജ് എത്ര പാടാണ് ഈ പിള്ളേരുടെ ലാംഗ്വേജ് ഞാനൊക്കെ പിടിച്ചു വെക്കുന്നുണ്ട്. അവസ്ഥ എനിക്ക് അറിഞ്ഞൂടാ. വെരി ബാഡ് എന്നെ കൂടെ പറ്റുന്നില്ല. അത് ഈ ഒരു അവരുടെ തോട്ട് പാറ്റേൺ ഡിഫറെൻ്റ് ആണ്. ചെറിയ ടീനേജേഴ്സ് എൻ്റെ അടുത്ത് വരുമ്പം ഞാൻ റിപ്പീറ്റഡ്ലി ചോദിക്കും, ഇപ്പം എന്താ പറഞ്ഞേ, പറയോ എന്നൊക്കെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. കാരണം എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ഡിഫറെൻ്റ് ആണ്. ബിക്കോസ് അവരുടെ ലോകം ഡിഫറെൻ്റ് ആണ്. അവർ കുറേയും കൂടെ എക്സ്പോഷർ കിട്ടുന്നു സോഷ്യൽ മീഡിയ വഴിയൊക്കെ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അപ്ഗ്രേഡ് ആയിട്ടേ വരുള്ളൂ. അതിൽ കൂടെ മാത്രമേ നമുക്ക് ഗ്രോത്ത് വരത്തുള്ളൂ. ഇത് തന്നെയാണ് എനിക്ക് ഓരോരുത്തരോടും പറയാനുള്ളത്. നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക, ദെൻ സൊല്യൂഷൻ തിങ്കിങ്, നോട്ട് ഓൺ ദാറ്റ് വൈ തിങ്കിങ്. അയ്യോ എൻ്റെ ജീവിതം ഇങ്ങനെ ആയേ എന്ന് പറഞ്ഞിട്ട് കരയുന്നതിന് പകരം എനിക്ക് എൻ്റെ ലോകം വലിയതാണ്, ഐ ഹാവ് ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്, നൗ വാട്ട് ഈസ് ദ ഓപ്ഷൻ, ഹൗ, എങ്ങനെ എനിക്ക് അവിടെ എത്തിപ്പെടാം. അതിനുവേണ്ടി ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉണ്ട്, പല പ്ലാറ്റ്ഫോമുണ്ട്. ലേൺ, റിസർച്ച്, ദാറ്റ്സ് ഓൺലി ഓപ്ഷൻ ഐ ക്യാൻ സേ. സോ നമ്മളെ സ്റ്റോപ്പ് ചെയ്യുന്നതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി, ആ കാരണം എന്താണെന്ന് മനസ്സിലാക്കി അതിനെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മുന്നോട്ട് പോകേണ്ടി പറ്റുള്ളൂ അല്ലേ. ഇപ്പോൾ കുറച്ച് നേരത്തെ സിജി പറഞ്ഞിട്ടുള്ളൊരു വാക്കാണ് എംപവർമെൻറ്റ്. ആക്ച്വലി എനിക്ക് തോന്നുന്നു ഓരോ സമയത്തിനും അനുസരിച്ചിട്ട്, അതായത് ഒരു 10 കൊല്ലം മുന്നേ പറഞ്ഞിട്ടുള്ള എംപവർമെൻ്റ് അല്ല ഈ കാലത്ത്. 90s ഒരു അവസാനത്തിൽ കേരളത്തിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനവും അതുപോലെ തന്നെ കുടുംബത്തിനെ കുറച്ചും കൂടെ ഒന്ന് സെറ്റാക്കാനും വേണ്ടിയിട്ടൊക്കെ ഒരുപാട് പദ്ധതികൾ ആലോചിച്ച് നടപ്പാക്കിയിട്ട് കുടുംബശ്രീയൊക്കെ അതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഇപ്പം ഞങ്ങൾ ഇരുന്നിരുന്ന ഒരു പാനൽ ഡിസ്കഷൻ്റെയും ചർച്ച ചെയ്തത് റീഡിഫൈനിങ് എംപവർമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വിമൻ എംപവർമെൻറ്റ് ഈ ഒരു കാലഘട്ടത്തിൽ എന്തൊക്കെ തരത്തിലുള്ള ശ്രദ്ധ നമ്മൾ എവിടെയൊക്കെ കൊടുക്കണം, അല്ലെങ്കിൽ ഒരു എംപവേർഡ് വിമൻ എന്ന് പറയുന്ന സമയത്ത് വാട്ട് ഓൾ ദ തിങ്സ് യു നീഡ് ടു സേ ദാറ്റ്? എക്സാക്ട്ലി. ഇപ്പോൾ എംപവർമെൻറ്റ് മോസ്റ്റ്ലി എല്ലാവരും ഓർക്കുന്ന ഒരു ഗ്രാൻഡഡ് അല്ലെ ഒരു ഗിഫ്റ്റഡ് ഇങ്ങനെയുള്ള ഒരു കാര്യമായിട്ട്, ആരോ കൊടുക്കേണ്ട ഒരു കാര്യമാണെന്ന് ഓർത്തിട്ട് റിലാക്സ് ചെയ്യുന്നവരാണ് പൊതുവെ. സോ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. രാദർ എംപവർമെൻറ്റിനെ വേറെ രീതിയിൽ ഡിഫൈൻ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതും കൂടെ പറയണമല്ലോ. എംപവർമെൻറ്റ് ഇത് കേൾക്കുമ്പോഴേ നാളെ ഇറങ്ങി നടന്ന് ആണുങ്ങളെ ചീത്ത പറയുന്നു, ലോകത്തെ മൊത്തം ചീത്ത പറയുന്നു,
സ്മോക്ക് ചെയ്യുന്നു, കള്ളു കുടിക്കുന്നു. ഐ മീൻ അതെല്ലാം ഇൻഡിവിജ്വൽ ചോയ്സസ് ആണ്. പക്ഷെ ഞാൻ കാണുന്നത് എംപവർമെൻറ്റ് എന്നുള്ള രീതിയിൽ ആളുകളെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് വേറൊരു രീതിയിലാണ്. പക്ഷേ നമ്മൾ കാണുന്ന ആക്ച്വൽ എംപവേർഡ് വിമൻ എൻറ്റയർലി ഡിഫറെൻറ്റ് പാറ്റേണിൽ അവർക്ക് ഒന്നും ഷോക്കേസ് ചെയ്യാതെ അവർ ബ്യൂട്ടിഫുള്ളി പോകുന്നവരെ എനിക്കറിയാം. സോ എംപവർമെൻറ്റ് ഈസ് ഓൾവേസ് അഗെയിൻ ഇന്റേണലിയാ. ഞാനൊരു സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ടായിരിക്കാം എനിക്കത് കീപ് റിപ്പീറ്റഡ് ആയിട്ട് പറയേണ്ട കാര്യം. കുറെ സൈക്കോളജിക്കൽ ടേം ആയിട്ടുണ്ട്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞ ഡയലോഗ് ഒരിക്കൽ കൂടെ പറയേണ്ടി വരും. മനഃശാസ്ത്രത്തെ കുറിച്ചുള്ള ഇയാൻ ഹീലിയുടെ 10 ബുക്കും ഇതാ. കാര്യം നമുക്കൂടെ മനസ്സിലാവുന്ന രീതിയിലാണ്. ഞാൻ എപ്പോഴും സിജീൻ്റെ ഒരു എനിക്ക് എപ്പോഴും പറയണം തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, സിജി സംസാരിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു ആള് വലിയ കാര്യം ഒരുപാട് വലിയ വാക്കുകൾ വെച്ച് പറയുന്നതിനപ്പുറത്തേക്ക് സിജി അടുത്തിരുന്ന് വളരെ കൂളായിട്ട് വലിയ കാര്യം ചെറുതാക്കി പറഞ്ഞുതരും. നമുക്കത് മനസ്സിലാവും എൻഡ് ഓഫ് ദ ഡേ. താങ്ക് യു സോ മച്ച്. അതൊരു വലിയ കാര്യമാണ്. ഞാൻ നേരത്തെ ചോദിച്ച ആ ചോദ്യത്തിൻ്റെ ഉള്ളിലേക്ക് തന്നെ വീണ്ടും വരാം. അതായത് എംപവർമെന്റ് എന്ന് പറഞ്ഞ സാധനത്തിനകത്ത് കുറേ സംഗതികൾ ഇപ്പോൾ ഫുൾഫിൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ പെൺകുട്ടികൾ, ഇപ്പോൾ എൻ്റെ സിസ്റ്റർ ചിന്തിച്ച പോലെ കൂടിയല്ല എൻ്റെ കസിൻ സിസ്റ്റേഴ്സ് ചിന്തിക്കുന്നത്. കാര്യം അവർ ഫോൺ എടുക്കുന്നു, അവർ റിസ് എന്നാണ് യൂസ് ചെയ്യുന്നത്. ഇൻസ്റ്റാഗ്രാമിലൊരു പോസ്റ്റ് ഇടുന്ന സമയത്ത് ക്രഷ് എന്നുള്ള വാക്കിനെ അവർ ക്രാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. വേറെ എന്തൊരു വാക്കാണ് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ അവരോടൊപ്പം വളരെയാണോ എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം പഴയ ഇപ്പം ആഫ്റ്റർ ലോക്ക്ഡൗൺ കുറച്ചും കൂടെ ഈവൻ നമ്മളെ നാട്ടിൽ ആളുകൾ പുരികം ചുളിച്ചുകൊണ്ടിരുന്ന ഒരുപാട് സംഗതികൾ ഇപ്പം വളരെ സാധാരണമാണ്, നോർമലൈസ് ചെയ്തു. സത്യമാണ്. ഇപ്പം നമ്മൾ ലോക്ക്ഡൗണിന്റെ സമയത്ത് ന്യൂ നോർമലിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ആക്ച്വലി നമ്മുടെ ഒരു സൊസൈറ്റൽ ചിന്താഗതിയെ മൊത്തത്തിൽ മാറി പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സൊസൈറ്റിനെ ചിന്തിക്കുന്നത് ന്യൂ നോർമലിന്റെ കൂടെയാണ്. ഒരുപാട് അരുതായ്മകളെല്ലാം കഴിഞ്ഞു. ഇറ്റ്സ് ഔട്ട്ഡേറ്റഡ്. ആളുകൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടുള്ളൊരു കാലമാണ്. 2025 ഇസ് വെരി ഗുഡ് ഇയർ എന്നാലും പലപ്പോഴും നമുക്ക് തോന്നിപ്പോകാറുണ്ട്. പിള്ളേരൊക്കെ K-pop ഒക്കെ കേട്ട് K-ഡ്രാമേനൊക്കെ ഫോളോ ചെയ്ത്, ഈവൻ ആൺകുട്ടികൾ ആദ്യമൊക്കെ ആയിരുന്നു മറ്റേ പുള്ളിക്കുത്തും മുഖത്ത് കുരുവൊക്കെ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഫേസ് പാക്ക് എന്തെങ്കിലും വാങ്ങിച്ചിട്ടില്ലേ. ഇപ്പം നമ്മളെല്ലാം പ്രോപ്പറായിട്ട് ഇതിൻ്റെ മേലെ എന്തൊക്കെ തേക്കാൻ വേണ്ടി പറ്റും, എങ്ങനെയൊക്കെ സുന്ദരനാവാൻ വേണ്ടി പറ്റുന്നതിനെ കുറിച്ച് ഗവേഷണം നടത്തുന്ന കാലമാണ്. സോ അത്രയും മാറ്റങ്ങളുള്ളൊരു കാലഘട്ടത്തിൽ എംപവർമെൻറ്റ് എന്നുള്ളൊരു വാക്കിന് എന്തുമാത്രം പ്രസക്തിയുണ്ട്, ആ പ്രസക്തമാക്കുന്നത് ഏതൊക്കെ ഏരിയകളിലാണ്? സോ എംപവർമെന്റ് ഒരുപാട് മീൻസ് എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു വിമൻ. ഈവൻ കാലം മാറിയെങ്കിൽ പോലും സെർട്ടൻ തിങ്സ് ഇനിയും അഡ്രസ്സ് ചെയ്യാനുണ്ട്. കാരണം എല്ലാ കാലത്തും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് കാലം മാറി, സ്ത്രീകൾക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി മാറി. അപ്പോഴെല്ലാം അവിടെ ഒരു കൈൻഡ് ഓഫ് ഗിഫ്റ്റിംഗ് ഉണ്ട്. അതായത് ആരോ തരേണ്ട ഒരു കാര്യമാണ് എംപവർമെന്റ്. ഞങ്ങൾ എല്ലാ ഫ്രീഡവും കൊടുക്കുന്നുണ്ട് ഒരു ടേമിൽ വരുന്നുണ്ട്. സോ അതും നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട കാര്യം. അത് എല്ലാ കാലത്തും എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ട്. ഏത് ഏരിയാസിലും നമ്മുടെ വീട്ടിൽ തൊട്ട് തുടങ്ങുന്നുണ്ട്. സോ എങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങൾ മാറി. ഒരുപാട് കാര്യങ്ങൾ എങ്ങനെയാണ് മാറിയെന്നറിയോ? ഏറ്റവും ബെറ്ററായിട്ട് ഓരോ ആളുകളും കഷ്ടപ്പെട്ടതിൻ്റെയാണ്. അതായത് സംവേർ നമ്മൾ ഈ പറയുന്ന പോലെ ഫെമിനിസ്റ്റ് ഒന്നും എംപവറിങ്ങിൻ്റെ പുറകെ പോകുന്ന ഇവളുമാരൊന്നും ശരിയല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ സ്ത്രീകൾ പ്രോബ്ലി ആ ബ്ലെയിം മൊത്തം എടുത്ത് കഷ്ടപ്പെട്ടതിൻ്റെ റിസൾട്ടായിട്ടാണ് പ്രോബ്ലി ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്നത് പോലും അതിൻ്റെ ഒരു റീസണാണ്. തീർച്ചയായിട്ടും. ഓക്കെ, അതിനെല്ലാം നമ്മൾ അക്നോളജ് ചെയ്യണം, അക്സെപ്റ്റ് ചെയ്യണം. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇപ്പോഴത്തെ കുട്ടികൾ കുറേയും കൂടി ബെറ്റർ ചിന്താഗതി ഉള്ളതാണ്. കാരണം അവർ സെർട്ടൻ തിങ്സ് വരുമ്പോൾ അവർ ചോദ്യം ചെയ്യുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം അതാണ്. കാരണം ഞാൻ മുമ്പേ പറഞ്ഞത് ഇഫ് യു നീഡ് സംതിങ് ആസ്ക്. അതേപോലെ ദ വൈ ക്വസ്റ്റ്യൻ ഭയങ്കര പവർഫുൾ ആയിട്ട് വരുന്നുണ്ട്. അപ്പം നമ്മളൊരു കുഞ്ഞു കുട്ടിയോടാണേലും അത് ചെയ്തുകൂടാന്ന് പറയുമ്പം എന്തുകൊണ്ട് ചെയ്തുകൂടാ, ഗിവ് മി എ പ്രോപ്പർ ആൻസർ എന്നുള്ള പേരൻറ്റ് കിടന്ന് കഷ്ടപ്പെടുന്നത് ഞാൻ കാണാറുണ്ട്. അപ്പം ഇങ്ങനെ അപ്പം അവർ പറയാണ് ഇന്ന കാരണം കൊണ്ട് ചെയ്തുകൂടാ. അപ്പോൾ അവർ ചോദിക്കും വാട്ട് ഇഫ്. അപ്പം ചെയ്ത് നോക്കിക്കഴിഞ്ഞാലല്ലേ അറിയത്തുള്ളൂ, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അങ്ങനെയുള്ളൊരു ചോദ്യത്തിൽ വരെ ആളുകൾ അതേ രീതിയാണ് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ഫോളോ ചെയ്യുന്നത്. ബട്ട് സംഭവം അവിടെയും ഒരു ക്ലോസ് ഉള്ളത്, സം ടൈം ഈ കുട്ടികൾ ഡീവിയേറ്റ് ആയി പോകുന്ന പോലെ എനിക്ക് തോന്നുന്നു. ഇപ്പം ഞാൻ കാണുന്ന ടീനേജേഴ്സിനെയും എല്ലാം നോക്കുമ്പോൾ ഇനി ഒരു പുതിയ കാലഘട്ടത്തിൽ ഈ എംപവർമെൻറ്റിൽ ഓഫ് കോഴ്സ് ഇത് ഏതൊക്കെ രീതിയിൽ പല രീതിയിൽ ഡീവിയേറ്റ് ആയി പോകുന്നു എന്നുള്ള റീസണും കൂടെ എനിക്ക് പറയേണ്ടി വരും. കാരണം സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ് ഭയങ്കര കൂടുതലാണ്. അവരുടെ ഒരു പേഴ്സണാലിറ്റി ഉണ്ടല്ലോ, ഈച്ച് ഇൻഡിവിജ്വൽ നമുക്ക് ഓരോരുത്തർക്കും. നാട്ടിലെവിടെയാ? അതെ, നാട്ടില് ഞാൻ പരപ്പനങ്ങാടി, മലപ്പുറം. അപ്പം ഞാനിപ്പോൾ വേറൊരു ഏരിയയിലുള്ള പത്തനംതിട്ട, എറണാകുളം ആ ഏരിയയിലുള്ളതാണ്. അപ്പം നേരത്തെ എന്ന് വെച്ചാൽ എറണാകുളത്തുള്ള ഒരു ആളും കാലിക്കറ്റുള്ള ഒരാളും കാസർഗോഡുള്ള ഒരാളും ഡിഫറെൻ്റ് ആയിരുന്നു. അവരുടെ ഫുഡ് സ്റ്റൈൽ ഡിഫറെൻ്റ് ആയിരുന്നു, അവരുടെ ഡ്രസ്സിങ് ഡിഫറെൻ്റ് ആയിരുന്നു, എല്ലാം പെർസ്പെക്റ്റീവ് ഡിഫറെൻ്റ് ആയിരുന്നു എല്ലാം. അതിനി കേരളവും ബാംഗ്ലൂരും വിടാം.
കേരളത്തിലുള്ള ഒരു കുട്ടിയും ബാംഗ്ലൂരിലുള്ള ഒരു കുട്ടിയും ബോംബെയിലുള്ള ഒരു കുട്ടിയും എൻ്റർലി ഡിഫറെൻ്റ് ആണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു റിസർച്ചിനകത്ത് പറഞ്ഞൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഞങ്ങൾക്കൊരു പ്രൊഫസേഴ്സിൻ്റെ ഒരു മീറ്റ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ UAE ഞാനായിരുന്നു പ്രതിനിധീകരിച്ചത്. അപ്പം അന്ന് അവർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ 16 കൺട്രിയിൽ നിന്നുള്ള പ്രൊഫസേഴ്സ് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് അട്ടപ്പാടിയിലുള്ള ഒരു കുട്ടിയും ന്യൂയോർക്കിലുള്ള ഒരു കുട്ടിക്കും സെയിം ആക്സെൻറ്റ്, സെയിം ഹെയർ സ്റ്റൈല്, സെയിം ക്ലോത്തിങ്, സെയിം ഫുഡ്. അത് നമുക്ക് ശരിക്കും പ്രൗഡായിട്ട് തോന്നുമെങ്കിലും അല്ല. ബിക്കോസ് നമ്മുടെ പേഴ്സണാലിറ്റിയാണ് ചേഞ്ച് ആവുന്നത്. ബിക്കോസ് നമുക്കൊരു പേഴ്സണാലിറ്റി ഉണ്ടല്ലോ, ഈച്ച് ഇൻഡിവിജ്വൽ അവിടെയാണ് ഡിഫർ ആവുന്നത്. ഇപ്പോഴേ ഇതൊരു അലാമിങ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. മെജോറിറ്റി എന്തോ ചെയ്യുന്നു അത് ഫോളോ ചെയ്യുന്നു. മെജോറിറ്റി ഇന്നൊരു ജാക്കറ്റ് ഇട്ടോ, ആ ജാക്കറ്റ് ആയിരിക്കും നമ്മൾ ദുബായ് മോളിൽ ചെന്നാൽ എവിടെ തിരിഞ്ഞാലും ഫാഷൻ. അല്ലാതെ അവർക്ക് അവരുടേതായിട്ടല്ല എനിക്ക് എന്ത് മാച്ച് ചെയ്യുന്നു, എനിക്കിത് പറ്റും. യുണീക്ക് ആയിട്ടുള്ള ഒരു സംഗതി കണ്ടെത്തുന്നില്ല. യുണീക്ക്, നമ്മുടെ എല്ലാം യുണീക്ക്. അതിനാണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. പെർസോണ, നമ്മുടെ പെർസോണ നമ്മൾ ഇടുന്നത്. ഇപ്പോൾ ഒരു മാസ്ക് ഇട്ടേക്കുവാണ്, അത് ഭയങ്കര അലാമിങ് ആയിട്ട് ഇപ്പം ഞങ്ങളുടെ റിസർച്ചിലെല്ലാം നമുക്ക് ടെൻഷൻ വരുന്ന ഒരു കാര്യമാണ്. അതിന് ഹൈ ടൈമാണ് പേരൻസും എല്ലാവരും അവെയർ ആവേണ്ടത്. അപ്പോൾ ഇന്നത്തെ ഒരു കാലത്ത് എംപവറിംഗ് എന്ന് പറയുമ്പം I don't see that as empowering. Rather, അവരൊരു ഫേക്ക് പേഴ്സണാലിറ്റിയിലോട്ട് വന്ന് അവരുടെ ഒരു പേഴ്സണാലിറ്റി അവർ കുറേ കഴിയുമ്പോൾ അവർക്ക് തന്നെ മിസ്സാവും. അവരറിയുന്നില്ല ഞാൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, ഇത് ഞാനല്ല, ഇത് someone else. ന്യൂയോർക്കിലുള്ള ഒരാളെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫ്രാൻസിലിരുന്ന ഏതോ ഒരു ഡിസൈനറുടെ തോട്ടാണെന്നുള്ളതോ, എൻ്റെ ലാംഗ്വേജ് അല്ല ഇതൊന്നും, എൻ്റെ ഫുഡല്ല ഇതൊന്നും അറിയാണ്ട് പോകുന്നത് ഒരു ജനറേഷനാണ് ഇനി വരുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം ഇപ്പോഴത്തെ ജനറേഷൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിൽ ഇരുന്നിരുന്നൊരു സ്റ്റൈലുണ്ട്, ആൺകുട്ടികൾ ഇപ്പുറത്ത് പെൺകുട്ടികൾ ഇപ്പുറത്ത്. അതുപോലെ തന്നെ ബസ്സിൽ കയറുന്ന സമയത്ത് നമുക്ക് ഇപ്പോഴും ഉണ്ട്, സ്ത്രീകൾക്ക് മുന്നിൽ സീറ്റ്, പുരുഷന്മാർക്ക് പിന്നിൽ സീറ്റ്. ഇപ്പോൾ വളർന്നു വരുന്ന ജനറേഷൻ അങ്ങനെ ഒരു ജെൻഡർ ബയസ്ഡ് ആയിട്ടുള്ളൊരു ഒരു കാഴ്ചപ്പാടുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവരവിടെയും നമ്മളിവിടെയും എന്നുള്ളൊരു സാധനം ഉള്ളതായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. വളരെ ഈക്വൽ ആയിട്ടുള്ള ഒരു ഭയങ്കര സമത്വത്തിൻ്റെ ഒരു ലോകം അവരുടെ ഉള്ളിൽ ഇൻബോൺ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ അവരുടെ ആ ചിന്തനെ നശിപ്പിക്കാതിരിക്കേണ്ടത് നമ്മളെ പോലത്തെ ആൾക്കാരില്ല. 100% അത് ഡെഫിനറ്റ്ലി അതാണ്. പക്ഷേ അതിൻ്റെ ബിസൈഡ്സ് കുറേ, ഇതിപ്പം നല്ലൊരു സ്റ്റേറ്റ്മെൻറ്റാണ്, ഞാൻ അതേ തന്നെ കിടക്കുന്നു പറയുന്നില്ല. അപ്പോൾ അതിൻ്റെ പുറകിലുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ശരിയാണ്. എന്നാൽ കുട്ടികൾ കുറച്ചുകൂടെ കാര്യങ്ങളെ ബെറ്റർ രീതിയിൽ കാണാൻ തുടങ്ങി. നല്ല പ്രോസ്പെക്റ്റീവാണ്, നല്ല തോട്ട് പാറ്റേൺ ആണ്, സംസാരിക്കാൻ നല്ല കേപ്പബിളാണ്. അതേപോലെ ജെൻഡർ ഈക്വാലിറ്റി ഇനിയുള്ളൊരു കാലത്ത് അതൊരു ഡ്രീം മാത്രമാവും. പക്ഷേങ്കിൽ ഇവിടെ എനിക്കൊരു തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോഴും അതിൽ നിന്ന് പുറത്തു വരാത്ത ആളുകളുണ്ട്. അതെന്തുകൊണ്ടാണ് എപ്പോഴേലും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമാണ്, ദ ബെനിഫിറ്റ്സ് ഒരു ജെൻഡറിന് എപ്പോഴും കൂടുതൽ കിട്ടും. ഇപ്പോൾ ഒരു പെൺകുട്ടീനെ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്നു, അവിടെ വരുമ്പോഴും അവളുടെ വീടും അവളുടെ റൂമും അവളുടെ ലോകവും അവളുടെ ബുക്കും അവളുടെ എല്ലാം വിട്ടിട്ടായിരിക്കും ഒരു വീട്ടിലോട്ട് വരിക, പുതിയൊരു വീട്ടിലോട്ട്. അവിടെ വരുമ്പോൾ അവിടെ ഒരു അമ്മയും അച്ഛനും ഒക്കെ ഉണ്ടാവും. അപ്പം എൻ്റെ മോന് ദോശയ്ക്ക് ഈ ഭാഗത്ത് ഇച്ചിരി മുറിവ് വേണം, ഇവിടെ ഇച്ചിരി ഇങ്ങനെ മതി എന്നൊക്കെ പറഞ്ഞ് ഗൈഡൻസ് കൊടുക്കാൻ അവിടെ ഒരാളുണ്ടാവും. ആൻഡ് ഗ്രാജുവലി ഷീൽ ഫോർഗെറ്റ്, ഞാൻ പാലായിരുന്നല്ലോ കുടിച്ചുകൊണ്ടിരുന്നത്, ഞാൻ ചായ അല്ലായിരുന്നല്ലോ, പക്ഷേ എനിക്കിവിടെ കണ്ടീഷനാണ്, ഐ ഹാവ് ടു ടേക്ക് ചായ. എനിക്ക് അവർ മെജോറിറ്റി ഫോളോ ചെയ്യുന്നത് എനിക്ക് ഫോളോ ചെയ്യണം എന്നുള്ളത്. അപ്പം ഈ ഒരു പാറ്റേൺ ആണ് ഏറ്റവും ഹ്യൂജ് ചേഞ്ച് വന്നേക്കുന്നത്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളെ ഒരു അനദർ റിസർച്ചിൽ, ബിക്കോസ് അറിയാമോ എന്നിട്ട് ഞാൻ PhD ചെയ്തിട്ടുണ്ടായിരുന്നു മെൻ്റൽ ഹെൽത്തിൽ തന്നെ, ക്ലിനിക്കൽ സൈക്കോളജി തന്നെ. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് അസൈൻമെന്റ്സ് വരുമ്പോൾ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് ഒത്തിരിയും റിസർച്ച് വരുമായിരുന്നു. അപ്പോൾ നമ്മൾ 300 സ്ത്രീകളെ ഇൻ്റർവ്യൂ ചെയ്യണം, 600 സ്ത്രീകളെ ഇൻ്റർവ്യൂ ചെയ്യണം, അതിട്ട് ഞാൻ അതൊക്കെയായിരുന്നു സബ്മിറ്റ് ചെയ്തത്. ബിക്കോസ് ഞാൻ പഠിച്ചത് പുറത്തായതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയങ്ങളിലെല്ലാം ഞാൻ ഈ ഇൻ്റർവ്യൂവിലെല്ലാം കണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത് ബിഗിനിങ് ഓഫ് ഷീസ് കണ്ടീഷൻ, ഷീസ് തിങ്കിങ് ദാറ്റ് ഇങ്ങനെയാണല്ലോ, എല്ലാവരും അങ്ങനെയാണല്ലോ, എൻ്റെ അമ്മ എങ്ങനെയാണ്, എൻ്റെ ചേച്ചി അങ്ങനെ, എൻ്റെ കസിൻസ് എങ്ങനെയാണ്, അങ്ങനെ ജീവിച്ചു പോകും. അപ്പോൾ ഈ ദോശയുടെ മുരിവും, അല്ലെങ്കിൽ എൻ്റെ മോന് ഇങ്ങനെ കറി വേണം, ഇത്ര എരി വേണം, ഇത്ര പുളി വേണം, ഇത്ര മധുരം വേണം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് വെച്ച് ആൻഡ് വൺ പോയിന്റ് ഓഫ് ടൈം അവളുടെ പേഴ്സണാലിറ്റി മിസ്സാവും. അവൾ എന്തായിരുന്നു, അവൾ ചിലപ്പോൾ പൊട്ടിച്ചിരിക്കുമായിരിക്കും, അവൾ കരയുന്നതായിരിക്കും, അവൾക്ക് ഇങ്ങനെയായിരിക്കും ഇഷ്ടം, അവൾക്ക് ചിലപ്പം ഈവനിങ്സിൽ മഴ കാണുന്നത് ഇഷ്ടമായിരിക്കാം. ഇതെല്ലാം മാറ്റി വെച്ചിട്ട് ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഷി വിൽ റിയലൈസ് ദാറ്റ് ഓ മൈ ഗോഡ്, ഇങ്ങനെ ആയിരുന്നില്ല, എൻ്റെ എവിടേക്കോ നഷ്ടപ്പെട്ടു എന്നുള്ളത്. പ്രോബ്ലി ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ അടുത്ത് വന്ന് പറയായിരിക്കും, നിങ്ങളുടെ അമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഉടനെ പുള്ളി പറയും,
അതിനെ അങ്ങ് ഡിസ്മിസ് ചെയ്യും. അതവർ പ്രായമുള്ളവരല്ലേ, അല്ലെങ്കിൽ പറയും നിനക്ക് വട്ട, അല്ലെങ്കിൽ ഇങ്ങനെ അവർ പറഞ്ഞതിന് എന്താ കുഴപ്പം, ഒരു പ്രായമുള്ളവർ പറയട്ടെ, അതിനെന്താ കുഴപ്പം, ഇതല്ല. ആൻഡ് ലേറ്റർ ഓൺ ഷി വിൽ നോട്ട് ഡിസ്കസ് വിത്ത് യു. അവളിൽ തന്നെ സപ്രസ് ചെയ്യും. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു 40s ഒക്കെ കഴിയുമ്പോൾ പെൺകുട്ടികൾ ഓട്ടോമാറ്റിക്കലി എംപവേർഡ് ആവും. അവളുടെ കുട്ടികൾ വലുതാവും, അവളുടെ കയ്യിലോട്ട് കാര്യങ്ങളെത്തും, അവളൊരു ബോൾഡാവും. പ്രോബ്ലി ഹസ്ബൻഡിൻ്റെ പേരൻസ് ഒക്കെ ഓൾഡ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർ ഭൂമിയിലേ ഉണ്ടാവില്ല. ആ സമയത്തായിരിക്കും മെൻ അവർ കുറേ കൂടി ഇമോഷണലി വീക്കാവുന്ന ഒരു ടൈമാണ്. നമ്മുടെ ഫാമിലീനെ ഒന്ന് നോക്കിയാൽ മതി. ആ സമയത്തായിരിക്കും മക്കളുടെ ഫുൾ സപ്പോർട്ട് അമ്മയ്ക്കായിരിക്കും. അന്ന് തൊട്ട് തുടങ്ങും ജീവിതം മാറിത്തിരിക്കാൻ. പിന്നെ നല്ല ആണുങ്ങളുടെ അവസ്ഥ ഭയങ്കര മോശമായിരിക്കും. നിങ്ങളുടെ 1971 എൻ്റെ പ്രഗ്നൻസിയുടെ സമയത്ത് നിങ്ങളുടെ അമ്മ ഇങ്ങനെ പറഞ്ഞ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നപ്പോൾ നിങ്ങൾ ഇങ്ങനെ എന്നോട് ചെയ്തില്ലേ, അത് തൊട്ട് കഥകൾ മാറി തുടങ്ങും. സോ ഇത് സത്യം പറഞ്ഞാൽ ഞാൻ എന്തിനാണ് ഇതെല്ലാം പറയുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ അടുത്ത് വരുന്ന എല്ലാ കൗൺസിലിങ്ങിലും ഇതൊരു പാറ്റേണാണ്. ഹസ്ബൻഡ് എന്നോട് കിളി പോയിട്ട് ചോദിക്കാറുണ്ട്, അന്ന് സംഭവിച്ചു ഞാനിപ്പോൾ എന്തോ ചെയ്യാനാണ്, ഇപ്പോഴെന്താ ഇപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും കരയുന്നതെന്ന് ചോദിക്കാറുണ്ട്. ഇന്ന് ഭൂമിയിൽ പോലും ഇല്ലാത്ത ഒരാളെ കുറിച്ചിട്ട് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അതിനെ ഒരിക്കലും ഡിസ്മിസ് ചെയ്യില്ല. ബിക്കോസ് അത് അൺഹീൽഡാണ്. എൻ്റെ ഉള്ളിൽ കിടക്കുന്ന പെയിൻ എൻ്റെ പെയിൻ തന്നെയാണ്. ആ ഒരു കാര്യം വംശം നിന്ന് പോകാൻ സാധ്യതയുണ്ട്. എക്സാക്ട്ലി. കാരണം വംശനാശം വരാൻ സാധ്യതയുണ്ട്. കാരണം ഇതാണ് മെജോറിറ്റി ഓഫ് ദ റിലേഷൻഷിപ്പും സ്പോയിൽ ചെയ്യുന്നത്. എല്ലാ റിലേഷൻഷിപ്പിൻ്റെയും ആ ബ്യൂട്ടി എപ്പോഴാണ് നഷ്ടപ്പെടുന്നത്? ബിഗിനിങ് ഓഫ് ദ റിലേഷൻഷിപ്പ് മാറിയിട്ട് വേറൊരു ഫേസിലോട്ട് എത്തുന്നതിന് എല്ലാം വരും. അവരുടെ എഡ്യൂക്കേഷൻ തൊട്ട് അവരുടെ ഡ്രീം തൊട്ട് എല്ലാം വരും. അവിടെയാണ് എംപവേർഡ് അല്ലാതെ ഒരു മോമെൻറ്റ് വരുന്നതും അവർക്ക് അവരോട് തന്നെ വെറുപ്പ് തോന്നുന്നതും ചുറ്റിനുള്ളവരെല്ലാം അതിൻ്റെ പേര് അനുഭവിക്കേണ്ട വരുന്നതും ഒക്കെ. അവിടെ കുട്ടികൾ ഹാപ്പി ആവില്ല. ബിക്കോസ് ഇത് തന്നെയല്ലേ അവർ കാണുന്നത്. അത് വേറൊരു തലമുറയ്ക്ക് മാറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം പല രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൽ ഒരു ചേഞ്ച് വരുന്നതെന്ന് വെച്ചാൽ, ഇന്നത്തെ കുട്ടികൾ ഒരു കല്യാണം കഴിഞ്ഞാൽ അവരുടെ ചോയ്സസിനെ കുറിച്ച് ഭയങ്കര ക്ലാരിറ്റി ഉണ്ട്. ഇത് ഞാൻ കുക്കിംഗ് ആണെങ്കിലും ഞാൻ ഇത് ചെയ്യും, അല്ല രമണി മുന്നിൽ നടക്കൂ, രമണി മുന്നിൽ അതായത് കയ്യിലുള്ള സാധനത്തിനെ കുറിച്ചിട്ട് വ്യക്തമായ ധാരണയുണ്ട്. അപ്പൊ ഈ ഒരു പാറ്റേൺ പ്രോബബ്ലി റിലേഷൻഷിപ്പിൽ ഹെൽപ്പ് ചെയ്യും. അതേപോലെ കോൺഫ്ലിക്റ്റും കൂടാനും സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ ഒരു കാര്യം കൂടി എനിക്ക് ആഡ് ഓൺ ചെയ്യണം. ഇവിടെ എംപവർ ചെയ്യേണ്ടത് ഇനിയുള്ള ജനറേഷനിലെ അമ്മമാരെയാണ്, പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ അമ്മമാരെ. അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇനിയുള്ള ജനറേഷൻ നിങ്ങൾക്ക് ദോശ ചുട്ടു തരാനൊക്കെ മുരിഞ്ഞ ദോശയുടെ അറ്റം നോക്കി കണ്ടുപിടിക്കാനോ പൊരിച്ച മീനിന്റെ കഷ്ണം നോക്കാനോ നിൽക്കുന്നവരല്ല കരുതെന്നുള്ളതും. മീൻകറി അവൾ വന്നിട്ട് നിൻ്റെ അമ്മ, നമ്മളെപ്പോഴും പറയത്തില്ലേ, എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന മീൻകറി ഉണ്ടാക്കാനേ ഞാൻ അവളോട് പറഞ്ഞുള്ളൂ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന മീൻകറി ഞാനാ പഠിക്കണ്ടേ, അവളിപ്പോ വന്ന അവളല്ല പഠിക്കണ്ടേ. നേരത്തെ പഠിച്ചാൽ അവനവനെ മീൻകറി കൂട്ടി ചോറ് എന്നുള്ളതാണ് സത്യം അല്ലേ. ഞാൻ ഇത് കൂടാതെ തന്നെ ഞാൻ എപ്പോഴും സിജിയുടെ അടുത്ത് പറയണമെന്ന് വിചാരിച്ചിട്ടുള്ള കാര്യമാണ്. ഇപ്പം കുറച്ച് നേരത്തെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ നമ്മൾ ടച്ച് ചെയ്ത് പോയിട്ടുള്ള ഒരുപാട് പോയിട്ടുണ്ട്. അതിനകത്ത് ഫിനാൻഷ്യൽ ഫ്രീഡം ഭയങ്കരമായൊരു സാധനമാണ്. ഇപ്പം നമ്മൾ മോംസ് ആൻഡ് വൈഫ്സ് നമ്മുടെ ഏറ്റവും വലിയൊരു ഐഡിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വീട്ടിലിരിക്കുന്ന ആളുകൾക്ക് പല കാരണങ്ങൾ കൊണ്ട് വീട്ടിൽ അവർ സ്വപ്നങ്ങൾക്കൊക്കെ ഒരു പൗസ് ഇടേണ്ടി വന്നിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അവരുടെ സ്വപ്നങ്ങളെ റെസ്യൂം ചെയ്യാനാണെങ്കിലും അതിൻ്റെ പിന്നാലെ പോകാനാണെങ്കിലും അത് നേടിയെടുക്കാനാണെങ്കിലും സഹായിക്കുക. അതോടൊപ്പം ഒരു എക്സ്ട്രാ ഇൻകം വരുന്നത് വഴി ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം, ഒരു സ്ത്രീ ഫിനാൻഷ്യലി ഫിറ്റ് ആവുന്ന ഒരു സമയം ഉണ്ടാകുന്ന സമയത്ത് ആ ഫാമിലീൻ്റെ സെറ്റപ്പേ മാറിപ്പോകും. സോ ഒരു ആസ് എ വിമൻ ഫിനാൻഷ്യൽ ഫ്രീഡം ഇന്നത്തെ സ്ത്രീകൾക്ക് എത്രത്തോളം ഒരു അവിഭാജ്യ ഘടകമാണ്, വീട്ടിലേക്ക് സ്റ്റക്കായി നിൽക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ചും. വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ മോസ്റ്റ്ലി നമ്മുടെ നാട്ടിലെ കഥകളൊക്കെ തന്നെ നോക്കിയാലും, ഒരു സമയത്ത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എവിടെ ചുറ്റിനും നമ്മൾ നോക്കിയാലും ഈ കള്ളുകൂടിയും ബഹളവും, ഒരു ഓണവും ക്രിസ്മസും ഒക്കെ വന്നു കഴിയുമ്പോൾ കാണാം കരച്ചട്ടി കള്ളു കുടിച്ചു വരുന്നു, കരച്ചട്ടികളെ എടുത്തെറിയുന്നു, കരച്ചിലെ ബഹളം. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാനത് ഒത്തിരി കണ്ടിട്ടുണ്ട് നമ്മുടെ ചുറ്റുവട്ടത്തും ഒക്കെ. പക്ഷേ ഇന്നൊക്കെ അവിടെ ചെല്ലുമ്പോൾ ഞാൻ കാണുന്ന ഒരു എൻറ്റയർലി ഡിഫറെൻറ്റ് സമാധാനമാണ്. കാരണം ഈ കരച്ചിട്ടിയിലൊന്നും ചെല്ലണം, കൈ വെട്ടി പിന്നെ ആ കരച്ചിട്ടിയല്ല ഉരുളുന്നത്, ഇവരായിരിക്കും ഉരുളുന്നത്. ബിക്കോസ് അതിന് ഈ പറഞ്ഞല്ലോ മുമ്പേ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ കുടുംബശ്രീ അല്ലെ, അയൽക്കൂട്ട, ഇങ്ങനെയുള്ളതൊക്കെ ഇത് വന്നു കഴിഞ്ഞപ്പോൾ സ്ത്രീകൾ അയ്യോ ഞങ്ങൾക്ക് ഒരു ഓപ്ഷനും ഇല്ല എന്ന് പറഞ്ഞെടുത്താണ് ഈ ഫിനാൻഷ്യൽ ഫ്രീഡമിൽ കൂടെ ഇവർ എംപവേർഡ് ആയതും ഡിഫറെൻറ്റ് തോട്ടും ഡിഫറെൻറ്റ് ചോയ്സസും വന്നത്. അതിൽ കൂടെ നാടാണ് ഡെവലപ്പ് ആയതും.
തോട്ട് പാറ്റേൺ ആണ് ഡെവലപ്പ് ആയതും അതിൽ കൂടെ ജനറേഷൻ, അത് ഞാൻ പ്രത്യേകം പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് വരുന്ന കേസസിലെല്ലാം കാണുന്ന എന്തെന്നൊരു ഒരു മേജർ ചാലഞ്ച്, അതിനകത്ത് നിങ്ങളുടെ ഒരു കോൺട്രിബ്യൂഷൻ ഹ്യൂജ് ആണ്. ഞാൻ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്, നിങ്ങളുടെ മംസ് ആൻഡ് വൈഫ്സ്. ബിക്കോസ് അതിലും വലുതായിട്ടൊന്നും ചെയ്യാനില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം കുട്ടികളിൽ ഇപ്പോൾ ഓരോരോ പറയുമല്ലോ, കുട്ടികൾക്ക് ഫോൺ അഡിക്ഷൻ, സ്ട്രെസ്. പറഞ്ഞോട്ടെ. സൂയിസൈഡൽ തോട്ട്സ് കൂടുന്നു. ഇപ്പൊ കുട്ടികളെ കണ്ടില്ലേ, ഒരാളെ കുത്തുന്നു, വെട്ടുന്നു, ക്ലാസ്മേറ്റിനെ വെട്ടുന്നു, കൊല്ലല്. ആദ്യമൊക്കെ നമ്മളിത് കേട്ടിട്ടുള്ള USA ഒരു കുട്ടി ക്ലാസ്സിൽ ഓഹിയോയിൽ വന്നു വെടിവെച്ചു എന്നൊക്കെ മാത്രമേ ഉള്ളൂ. കാരണം അതിനകത്തെല്ലാം നമ്മൾ റൂട്ട് കോസ് നോക്കുമ്പോൾ ഫാമിലിയിലെ കോൺഫ്ലിക്റ്റ് ഭയങ്കര ഒരു ഡിഫിക്കൽട്ടായിട്ട് വരും. ഈ ഒരു ആൻറ്റിസിപ്പേറ്ററി ആൻസൈറ്റി, ഇന്ന് ഹാപ്പിയാണ് നാളെ ഹാപ്പിയല്ല, എക്സെല്ലിൻ്റെ മേലിൽ കൂടെ നടക്കണ പോലെ കുട്ടികളെ ഇതിങ്ങനെ ട്രോമറ്റൈസ് ആക്കുന്നു. അപ്പോഴേ ഈ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസും എല്ലാം ഉള്ളതുകൊണ്ട് ഇവരൊരു ഹാപ്പിനെസ് പല രീതിയിലും കണ്ടെത്തും. അതുകൊണ്ട് തന്നെ ഇവർ സൊല്യൂഷനിലോട്ട്, പണ്ടത്തെ കാലത്തെന്ന് വെച്ചാൽ നമുക്ക് പേടിച്ച് ഒരു മൂലയ്ക്ക് ഇരിക്കും, അല്ലാതെ നമുക്ക് വേറെ വഴികളില്ല. ഇന്നത്തെ കുട്ടികൾ ചിന്തിക്കാൻ തുടങ്ങി, ഞാനെന്തിന് ഇതൊക്കെ അനുഭവിക്കണം, ഈ ഡ്രാമയൊക്കെ ഞാനെന്തിന് കാണണം. അപ്പോഴൊരു പല രീതിയിലോട്ടും ഡീവിയേറ്റ് ആയി പോകാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇവിടേക്കാണ് ഈ ഫിനാൻഷ്യൽ, പ്രത്യേകിച്ച് അമ്മമാർ പൈസ ഏൺ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ കുട്ടികൾക്ക് ഡ്രീമുകൾക്ക് അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ, അല്ലെങ്കിൽ നേരത്തെ എപ്പോഴും എല്ലാവരും പറയും, ഇപ്പം എൻ്റെ അച്ഛനൊക്കെ ഉൾപ്പെടെ, ഞാൻ ഒറ്റ ഉടുപ്പിട്ടാണ് ഒരു വർഷം നടന്നത്, 30 കിലോമീറ്റർ നടന്ന് സ്കൂളിൽ പോയ കഥകളൊക്കെ പറയാം. ഒരു ബാഗ് കൊണ്ട് ഞങ്ങൾ 5 ആൾക്കാർ പഠിച്ചിട്ടുണ്ട്. എക്സാക്ട്ലി. പക്ഷെ ഇന്നത്തെ കാലത്ത് അത് പറയാത്തത് മോസ്റ്റ് ഓഫ് ദ ടൈം ഈ അമ്മമാര് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വന്നതുകൊണ്ട് തന്നെയാണ്. അതിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അത് ആ ഇമ്പോർട്ടൻ്റ് നമ്മൾ മനസ്സിലാക്കുക. പിന്നെയും അത് തന്നെ എനിക്ക് പറയാനുള്ളത്, അതിൻ്റെ അതായത് മോസ്റ്റ് ഓഫ് ദ ഓക്കെയാണ്, എൻ്റെ ഭർത്താവ് അല്ല എൻ്റെ അച്ഛൻ തരുന്ന പൈസ വെച്ചിട്ട് ഞാൻ ജീവിക്കാൻ ഹാപ്പിയാണെന്ന് ആദ്യമൊക്കെ ചിന്തിക്കുന്ന പെൺകുട്ടികളെ ലേറ്റർ ഓൺ അവർ ഇനിയും ഞാൻ എന്തോ ചെയ്യാനാ, എൻ്റെ ജീവിതം എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നെന്ന് പറയുമ്പോൾ അവിടെയാണ് മംസ് ആൻഡ് വൈഫ്സ് പോലെയുള്ള പ്ലാറ്റ്ഫോമിൽ അവർ ക്ലിയർലി പറയുന്നുണ്ട് ദാറ്റ് എനി ഏജ് എനി പ്രൊഫഷൻ വാട്ട് എവർ യുവർ സ്കിൽ യു ക്യാൻ ചൂസ് ദ ബെസ്റ്റ് എന്നുള്ളത്. അപ്പം ഇത് മാത്രമല്ല, എനി പ്ലാറ്റ്ഫോം നമ്മൾ ചൂസ് ചെയ്യുക, അവിടെ നമ്മൾ തന്നെ കണ്ടെത്തുക എവിടെ ചെയ്താലാണ്. ഇവിടെ കുടുംബശ്രീ ഒന്നും ഇല്ലല്ലോ, പക്ഷേ നമുക്ക് വീടിനുള്ളിൽ തന്നെ ആ കുടുംബശ്രീ യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യാം. അതായത് നമ്മൾ ആക്ച്വലി ഇവിടെ മാത്രമല്ല, ലോകത്തിന്റെ ഏത് കോണിലുള്ള ആളുകൾക്കും അവർ ഇപ്പം വീട്ടിലിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്നുകൊണ്ട് വീടിന്റെ സൗകര്യത്തിൽ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ കഴിവുകൾ, നിങ്ങൾക്കുള്ള സ്കില്ലുകൾ നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും സർവീസുകൾ കൊടുക്കാൻ പറ്റും. ഇപ്പം ട്യൂഷൻ, ഓൺലൈൻ ട്യൂഷനൊക്കെ നല്ല സാധ്യതയാണ്. ഒരുപാട് അതും സബ്ജക്റ്റ് വൈസ്. മലയാളം പഠിപ്പിക്കുന്ന ഇപ്പൊ UAE കുട്ടികളെയും ഇപ്പൊ അമേരിക്കയിലുള്ള കുട്ടികളെയൊക്കെ മലയാളം പഠിപ്പിക്കുന്ന ഉറപ്പല്ലേ, ഒരു ഫോൺ മാത്രം മതി. അപ്പം നമുക്ക് അങ്ങനെ വീട്ടിന്റെ സൗകര്യത്തിൽ ഇരുന്നു കൊണ്ട് ഇതുപോലത്തെ സർവീസുകളാണെങ്കിലും സ്കില്ലുകളാണെങ്കിലും നിങ്ങൾക്ക് ഷോക്കേസ് ചെയ്യാനും അതിലൂടെ അത് മാർക്കറ്റ് ചെയ്തിട്ട് വരുമാനം ഉണ്ടാക്കാനുള്ളതാണ് മോംസ് ആൻഡ് വൈഫ്സ് ആക്ച്വലി ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. അപ്പം ഇങ്ങനെ ഒരുപാട് ഇപ്പം വലിയ ഫിനാൻഷ്യലി ഭയങ്കരമായിട്ടുള്ള ഒരു അപ്ലിഫ്റ്റ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലും ഒരു സോഴ്സ് ഓഫ് ഇൻകം നമ്മുടെ കയ്യിലേക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമാണ് അല്ലേ? കറക്റ്റ്, വെരി മച്ച്. അതും അതോടൊപ്പം ഇപ്പൊ സെർട്ടൻ സംടൈം ചിലരിങ്ങനെ ആലോചിക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഒന്നും ഉള്ളതായിട്ട് തോന്നത്തില്ല. ചിലപ്പോൾ ഏർലി സ്റ്റേജിലൊക്കെ കല്യാണം കഴിച്ചു, അപ്പം ഞാൻ ഒന്നും ചെയ്യുന്നില്ല. അവിടെയാണ് പല കോഴ്സസും പഠിക്കാമല്ലോ. ഓൺലൈനായിട്ട് ഒരുപാട് കോഴ്സ്, അത് ഏതാണോ സ്കില്ലെന്നുള്ളത് അതിനെ നമ്മൾ തന്നെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാം അല്ലേ? അതിൽ കൂടെ ഓൺലൈനായിട്ടും അല്ലെങ്കിൽ ഇതുപോലുള്ള പ്ലാറ്റ്ഫോമിൽ കൂടി അവർക്ക് മുന്നോട്ട് വരാം. ആ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വെരി ഇമ്പോർട്ടൻറ്റ്. സത്യം. നോക്ക്, ഇൻഡിപെൻഡൻ്റ് ആയ എംപവേർഡ് ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ചിട്ടൊക്കെ നമ്മളിങ്ങനെ പറയുന്നുണ്ട്. കൂട്ടത്തിൽ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് സൈക്കോളജി. ഞാനൊരു ചോദ്യം ചോദിക്കുന്നത് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഞാൻ ഈ സിജീനെ പരിചയപ്പെടുന്നത് 2023 ഒക്ടോബർ സമയത്ത് ഞാൻ അന്നിവിടെ ദുബായിലുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് സജീഷ് എന്നോട് പറഞ്ഞിടോ, താൻ വരണമെങ്കിൽ നമുക്കൊന്ന് വാദി മത ഹൈക്ക് ചെയ്യാൻ വേണ്ടി പോയാലോ. വൈ നോട്ട്? ഞാനാണെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് കുറേ ട്രിപ്പുകൾ അടിക്കുന്ന ഒരു മനുഷ്യനാണ്, എനിക്ക് അങ്ങനെ ഒരു ഭ്രാന്തുണ്ട്. സോ ഇവിടെ വന്നിട്ട് എവിടെയും പോകാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പം ഞാൻ സജീഷിനോട് പറഞ്ഞു ഡൺ, റെഡി. അങ്ങനെ ഞങ്ങൾ രാവിലെ 5:30 മണിക്ക് വാദി മത ഹൈക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ആ ഹൈക്കിനിടയിൽ ഒരു ചെറിയൊരു പൂളുണ്ട്. പൂളിൻ്റെ കുറച്ച് കരയിൽ വെച്ചിട്ടാണ് സിജീനെയും സിജീൻ്റെ പാർട്ട്ണർ അനൂപിനെയും ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അവിടെ തൊട്ടാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഈ പ്രൊഫഷണൽ ജീവിതമൊക്കെ മാറ്റി വയ്ക്കും, പേഴ്സണൽ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്? അപ്പം അല്ല പറയട്ടെ അതല്ല, പേഴ്സണൽ ഇഷ്ടങ്ങൾ ഒത്തിരി ഉണ്ട്. അതിലോട്ട് ലീഡ് ചെയ്ത കാര്യം കൂടെ ഒന്ന് പറയാം. തീർച്ചയായിട്ടും. എനിക്ക് കളരിപ്പായിട്ട് എനിക്കാണെങ്കിൽ ഞാനത് ചോദിക്കാൻ നിൽക്കരുത്, പറയട്ടെ വിചാരിക്കാം. പൊന്നിയത്തങ്കത്തിന് പങ്കെടുത്തോ ഇല്ലയോ എന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതി. കാര്യം പൊന്നിയത്തങ്കം വഴി വൈറലായിട്ടുള്ള ഒരു അൻഷീനയാണോ എന്ന് പറഞ്ഞോട് ഒരു കുട്ടിയുണ്ട്. ആ കുട്ടി ഒരു ഉറുമി ഇങ്ങനെ വീശുന്ന ഒരു റീല് കണ്ടിട്ടുണ്ടാവുന്നത്.
എല്ലാവരും കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ നമുക്ക് കളരി എന്ന് പറയുമ്പോൾ ഒരു വിമൻ ഇൻ കളരി ദാറ്റ് ഇസ് ഓൾവേസ് മീനാക്ഷി അമ്മ ഗുരുക്കൾ. ദെൻ സയനോര കുറച്ചു കാലം കളരി ചെയ്തായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ ഒരു ഉണ്ണിയാർച്ചയ്ക്ക് ശേഷം നമ്മളെ നാട്ടിലൊക്കെ കഥ മാത്രമാണ് വിമൻ ഇൻ കളരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഒരു കഥയല്ലാതെ മനസ്സിലാക്കിയത് മീനാക്ഷി അമ്മേനെ കുറിച്ചുള്ള ഒരു ആർട്ടിക്കിൾ ആദ്യമായിട്ട് വായിച്ചപ്പോഴാണ്. സോ യു ആർ ഇൻ ടു കളരിപ്പായിട്ട്, ഹോഴ്സ് റൈഡിങ്, ഹൈക്കിംഗ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ചോയ്സസിൽ ഭയങ്കര ഹരമുള്ള സാധനങ്ങളാണല്ലോ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എനിക്ക് ഈ ഡാൻസും പാട്ടും ഒന്നും എനിക്ക് ഇഷ്ടമില്ല. എന്നോട് എവിടെയെങ്കിലും ഒക്കെ സ്റ്റേജിൽ എനിക്ക് തന്നെ ചിലപ്പോൾ എംപാരസിങ് മൊമെന്റ്സ് വരാറുണ്ട്. എനിക്ക് ഒരു അറ്റ്ലീസ്റ്റ് മറ്റേ മാങ്ങവാറി ചെളിക്കുത്ത് സ്റ്റൈൽ പോലും പക്ഷേ നമ്മൾ ഒരേ തൂവൽ പക്ഷികളെ ഡാൻസ് വല്ലാണ്ട് വഴങ്ങാറില്ല. കണ്ടിന്യൂ. പക്ഷേ എന്നോടൊരു മൗണ്ടൻ കയറാൻ പറ, ഞാൻ ഹാപ്പിയസ്റ്റ് ആയിരിക്കും. വെള്ളത്തിൽ ചാടുന്നത് ഞങ്ങളൊരു ഒമാനിലൊരു ഹൈക്കിംഗ് ചെയ്തു, സ്നേക്ക് കാനിയോൺ എന്ന് പറഞ്ഞിട്ട്. അതിൽ അറൗണ്ട് 20 കിലോമീറ്ററോളം വെള്ളത്തിനകത്തൂടെ നമ്മൾ അപ്പ് സെയിലിംഗ് ചെയ്യണം. വെള്ളത്തിനകത്തൂടെ കയറിയിട്ട് മൗണ്ടൻ ഇറങ്ങി പോകണം. ഭയങ്കര ഡിഫിക്കൽട്ടാണ്. മോസ്റ്റ്ലി സ്ത്രീകൾ ചെയ്യില്ല. അതൊക്കെ എനിക്ക് അങ്ങനെയൊക്കെ ചെയ്താൽ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടാറുണ്ട്. അതിൻ്റെ റീസൺ എന്നോട് ചോദിച്ചാൽ ഇപ്പോൾ ഞാൻ കളരി തുടങ്ങിയത് ഇങ്ങനെയായിരുന്നു. ഞാൻ ഭയങ്കര ഓഡിറ്ററി സ്കിൽസ് ഉള്ള ഒരാളാണ്. കാരണം എനിക്കിങ്ങനെ വിഷ്വലി ഒരു കാര്യം പഠിപ്പിച്ചു കഴിഞ്ഞാൽ, സൈക്കോളജിക്കൽ ടേമാണ്, വിഷ്വലി ഒരു കാര്യം പഠിപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ലേണിംഗ് സിസ്റ്റം ഉണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഇന്ത്യൻ സിസ്റ്റത്തിൽ ഇത് പഠിപ്പിക്കുന്നില്ല. നമ്മൾ ഏത് മെത്തേഡ് ഉപയോഗിച്ചായിരിക്കണം പഠിക്കണമെന്നുള്ളത്. ഇവിടെ ഒരാളോട് എനിക്ക് പറയാനുള്ളത് അതാണ്, ഓഡിറ്ററിയാണ് കേട്ടോ. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്തോ ഒന്ന് വരാനുണ്ട്, എന്താണ് നോക്കാം. അപ്പം എന്നെ വിഷ്വലി എന്തെങ്കിലും പഠിപ്പിച്ചു കഴിയുമ്പോൾ എനിക്ക് അത് കുറേ സമയം എടുക്കും. അപ്പം അങ്ങനെയാണ് എന്നോട് ഞാൻ കളരി ചെയ്യാമെന്ന് വെച്ചു. കളരി വിഷ്വലാണല്ലോ, വിഷ്വലി ഒരു കാര്യം പഠിപ്പിച്ചാലേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. അപ്പം ഞാനതിന് എന്നെ ചാലഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് കളരി ഞാൻ ബാംഗ്ലൂർ വെച്ച് ജോയിൻ ചെയ്ത് ഓഫ് കോഴ്സ് അവർ ആദ്യം ഒത്തടി വട്ടച്ചൂട് എന്ന് പറഞ്ഞൊരു സ്റ്റെപ്പ് ഉണ്ട്. ഒരു 2 മാസം കഴിഞ്ഞപ്പോഴും ഞാൻ ഒത്തടി വട്ടച്ചൂടല്ല. അപ്പൊ എന്റെ ഫ്രണ്ട്സ് എല്ലാം പറയും, കടത്തനാടാണോ പഠിക്കണേ? കടത്തനാടൻ കളരി. അപ്പൊ എന്റെ ഫ്രണ്ട്സ് എല്ലാം പറയും, സിജി നീ കഴിഞ്ഞു വന്നവരെല്ലാം പോയി, ഇപ്പോഴും വട്ടച്ചൂടത്തിൽ നിൽക്കുകയാണ്. പക്ഷേ പിന്നെ ഞാനതിൻ്റെ സ്റ്റെപ്സ് കേൾക്കാൻ തുടങ്ങിയപ്പോൾ ആയി തുടങ്ങി. വായ്ത്താരികൾ കേട്ട് അപ്പോൾ പിന്നെ എനിക്ക് കാണണ്ട. വൺസ് നമ്മൾ ആ ബേസ് ഒന്ന് കിട്ടിക്കഴിഞ്ഞു, പിന്നെ അതിനോട് എനിക്കത് ഇഷ്ടപ്പെട്ടു. ബിക്കോസ് അഗെയിൻ ഇറ്റ് വാസ് എ കോൺകറിങ് ദാറ്റ് വിച്ച് വാസ് സംതിങ് ഇമ്പോസിബിൾ എന്ന് എനിക്ക് തോന്നിയ കാര്യത്തെ ഞാൻ പോസിബിൾ ആക്കുമല്ലേ. അപ്പോൾ ആ വിഷ്വൽ അല്ലാതെ ഓഡിറ്ററി സ്കിൽസിൽ കൂടെ ഞാൻ ബെറ്റർ ആക്കുന്നു എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഹരമായി. അങ്ങനെയാണ് കളരി സ്റ്റാർട്ട് ചെയ്തതും. പിന്നെ ദുബായിൽ വന്നപ്പോഴും ഞാൻ ആദ്യം സെർച്ച് ചെയ്തത്, അതായത് വിസ മാറുന്നതിന് മുമ്പ് ആദ്യം സെർച്ച് ചെയ്തത് കളരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ദുബായ്. കളരി ക്ലബ്ബ് ആദ്യം സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഞാനിപ്പോൾ VKM കളരിയിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാൻ സെർച്ച് ചെയ്തത് അതാണ്. എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. അതിനുശേഷമാണ് എൻ്റെ വിസ പോലും എമിറേറ്റ്സ് ഐഡി പോലും എനിക്ക് കിട്ടുന്നത്. എനിക്ക് അതായിരുന്നു മിസ് ചെയ്യുമോ എന്ന് പേടിച്ചത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് എപ്പോഴും ഇഷ്ടമായിരുന്നു ഈ ഹോഴ്സ് റൈഡിങ്. പക്ഷെ നമ്മുടെ നാട്ടിൽ അതില്ല, എപ്പോഴും ഒരു ഇഷ്ടമായിരുന്നു. അപ്പം ഇവിടെ വന്നിട്ട് സെക്കൻഡ് തിങ് ഞാൻ റിസർച്ച് ചെയ്തതാണ് ഹോഴ്സ് റൈഡിങ്. വിസിറ്റിംഗ് വിസയിലുള്ളപ്പോൾ ഞാൻ ഹോഴ്സ് റൈഡിങ്ങിന് ജോയിൻ ചെയ്തു. അവിടെ തൊട്ട് ഹോഴ്സ് റൈഡിങ് പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും എവിടെയൊക്കെ കിട്ടുന്നോ എവിടെയൊക്കെ ഓഫർ ഉണ്ടോ അവിടെ എല്ലാം പോയി പഠിക്കാൻ തുടങ്ങി. അത് ഞങ്ങൾ റെഗുലറായിട്ട് ചെയ്യുന്നുണ്ട്. ഹൈക്കിങ് അതെൻ്റെ ഡ്രീമിൽ പോലും ഇല്ലായിരുന്നു. അപ്പം ഞാനെപ്പോഴും പറയണ്ട, എൻ്റെ പാർട്ട്ണർ അനൂപ് 14 ഇയേഴ്സായി ദുബായിലുണ്ടായിട്ട്. അനൂപിന് ഞാൻ പിന്നെ ഹൈക്കിങ്ങിനൊക്കെ കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ അനൂപിനോട് ദുബായിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളുണ്ടോ? 14 കൊല്ലമായിട്ട് ഞാൻ ഇവിടെ ഉണ്ട്, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. എന്റെ കസിൻസ് എല്ലാം ഇവിടെ ചോദിക്കും, ഇങ്ങനെയൊക്കെ ഇത് എവിടാ പോകുന്നത്, ഇതൊക്കെ ദുബായ് തന്നെയാ UAE തന്നെയാണോ ചോദിക്കും. അങ്ങനെ ഹൈക്കിങ്ങും മൗണ്ടൻസ് ആർ കോളിംഗ് എന്ന് പറയുന്ന സമയത്ത് തന്നെ നമ്മൾ ബാക്കിയുള്ള എല്ലാത്തിനും മാറിയിട്ടൊന്ന് പോയി നോക്കണം. പലരും ഒരു വലിയ മോട്ടോർ സൈക്കിളിന്റെ ഒരു ഫോട്ടോ കൊടുക്കുക, അല്ലെങ്കിൽ വലിയൊരു വണ്ടീന്റെ ഫോട്ടോ കൊടുത്തിട്ടൊക്കെയാണ് മൗണ്ടൻസ് ആർ കോളിംഗ് എന്ന് പറയാം. ബൈ ഫൂട്ട് കയറണ മാൻ. അതായത് നമ്മളിങ്ങനെ വളഞ്ഞ് പൊളഞ്ഞ് പെരിഞ്ഞിങ്ങനെ കയറിയിട്ട് ഏറ്റവും ടോപ്പിലേക്ക് എത്തുന്ന സമയത്ത് ആ കോടമഞ്ഞൊക്കെ വന്ന് നമ്മളെ കെട്ടിപ്പിടിച്ച് തഴുകി തലോടി ഒരു പോക്കങ്ങ് പോകുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു പീസ് ഉണ്ട്. അടിപൊളിയാണല്ലേ. പക്ഷെ അതിൽ കൂടെ നമ്മൾ ഒത്തിരി അഗെയിൻ എംപവർമെന്റ് വേർഡ് തന്നെ വരേണ്ടി വരും. ബിക്കോസ് നമ്മളെപ്പോഴും എംപവറിംഗ് എന്നൊക്കെ ചുമ്മാ ഒരു ക്ലീശ പറയുന്നതിന് വരും സെർട്ടൻ തിങ്സ് നമ്മൾ ട്രൈ ചെയ്യണം എന്ന് പറയുന്നത്. എല്ലാവരും മൗണ്ടൻ കയറണം, ഹോഴ്സ് റൈഡിങ് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം ഒരു 1 സ്റ്റെപ്പ് ഒന്ന് എടുത്തു നോക്കി, ദെൻ യു ക്യാൻ ടേക്ക് അനദർ. നിങ്ങൾ എല്ലാ സ്റ്റെയർ കേസും മൊത്തം കാണണ്ട, ഒരു 1 സ്റ്റെപ്പ് എടുത്താൽ മതി. അന്നേരം അടുത്ത സ്റ്റെപ്പ് എടുക്കേണ്ടി വരും, അല്ലെ എടുക്കണമെന്ന് തോന്നും.
അങ്ങനെ സ്ലോലി പോയാൽ മതി. അപ്പോഴായിരിക്കും ആ ബ്യൂട്ടി ഓഫ് ദ ലൈഫ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതും അവിടെയാണ് നമ്മളെ തന്നെ നമുക്ക് മനസ്സിലാവും ഐ എം സ്പെഷ്യൽ അല്ലേ. ഇൻറ്റേർണലി ഐ ഫീൽ ദാറ്റ് ഹാപ്പി ആൻഡ് ദെൻ പീസ് ആൻഡ് ദ സെയിം ടൈം ചുറ്റിനുള്ളവർക്കും അതിൽ കൂടെ ഒരു സമാധാനം നമുക്ക് കൊടുക്കാനും പറ്റും. ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ഞാൻ ചോദ്യം ചോദിക്കട്ടെ, കളരി വട്ടക്കോല് കഴിച്ച് പോയോ? കളരി കഴിച്ച് പോയോ? എവിടെ വരെ പോയി എന്ന് വെച്ചാൽ കളരി പഠിച്ചിരുന്ന സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അതെ, ആ പ്രൈമറി സ്റ്റെപ്പ് കഴിഞ്ഞ് പോയോന്ന്. ഒറ്റച്ചോട് അത് കഴിഞ്ഞു. കളരി ഞാൻ കുറെ കളരി ഇപ്പൊ ഞങ്ങൾ വാള് വരെ എടുത്തു തുടങ്ങിയായിരുന്നു. വാളെടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതത്തിനെ സ്വാധീനിക്കുന്ന എംപവർമെന്റ് പോലത്തെ ഒരു സംഗതി ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ സംഗതികളാണ്. അതായത് ഓരോ ആളുകളുടെയും ജീവിതത്തിൽ വളരെ വളരെ സുന്ദരമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാവും. ആ ബുദ്ധിമുട്ടുകൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടുകൂടി പറിച്ചെടുക്കുന്ന ആൾക്കാരിൽ ഒരാളാണ് സിജിയുടെ ഇത്രയും നേരത്തെ സംസാരത്തിനിടയ്ക്ക് സിജി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ചിലത് നമ്മളൊന്ന് വെറുതെ ഒന്നിങ്ങനെ ആലോചിച്ച് പോകണം. വളരെ ഒരു രത്ന ചുരുക്കം എന്നൊക്കെ പറയില്ലേ എന്ന് പറയുന്ന പോലെ സിജി പറഞ്ഞതിൽ ഒന്നുണ്ട്, ചില ആളുകൾ പ്രിവിലേജ്ഡ് ആണ്, ചില ആളുകൾ ഒരു സേഫ് സോൺ ബ്രേക്ക് ചെയ്യാൻ മടിക്കുന്ന ആളുകളാണ്, ചില ആളുകൾക്ക് മുന്നിലുള്ള പ്രതിബന്ധങ്ങളെ കുറിച്ചിട്ട് അറിയാത്ത ആൾക്കാരാണ്, അറിയുന്നവർ അതിൻ്റെ ഉള്ളിലുണ്ടാവുന്ന എന്തോ ഒന്നിനെ പേടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അതിനെ ട്രീറ്റ് ചെയ്താൽ, നിങ്ങളുടെ പേടികൾ ട്രീറ്റ് ചെയ്താൽ നിങ്ങൾക്കും വിജയിക്കാനാവും. ഹോംസ് ആൻഡ് വൈഫ്സ് പോലെയുള്ള ഓപ്പർച്യൂണിറ്റികൾ ഇതിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ തുറന്നിട്ടിരിക്കുന്നത്. ജയ്സലാണ് എൻ്റെ കൂടെ, സിജി രവീന്ദ്രൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ജയ്സൽ, താങ്ക് യു.